ആദ്യം ഞാൻ അവനെ എൻ്റെ സൈഡ് വാക്കിൽ കണ്ടപ്പോൾ എനിക്ക് വലിയ പ്രശ്നമൊന്നും തോന്നിയില്ല. പക്ഷെ അവനവിടെ സെപ്റ്റംബർ വരെ നിൽക്കുമെന്ന് ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല. ഞാൻ ജനലിൽ കൂടെ പുറത്തൊന്ന് നോക്കി. അപ്പോൾ റോഡിനപ്പുറത്ത് നിൽക്കുന്ന ആ രൂപം എന്തെങ്കിലും നടക്കാനിറങ്ങിയ ആരെങ്കിലും ആയിരിക്കും എന്ന് വിചാരിച്ച് ഞാൻ നേരെ പോയി കിടന്നുറങ്ങി. പിറ്റേന്ന് രാവിലെ ഉറക്കത്തിൽ നിന്നൊക്കെ എഴുന്നേറ്റ് ഒരു ഉറക്കപ്പിച്ചയിലൊക്കെ ഞാൻ കോഫി മേക്കറിൻ്റെ മുന്നിൽ നിൽക്കുമ്പോഴാണ് സിങ്കിൻ്റെ മേലെയുള്ള ജനലിൽ കൂടെ ഞാൻ നോക്കുന്നത്. ആ കാഴ്ച എന്നെ ശരിക്കും ഞെട്ടിച്ചു. എന്നെ ഉറക്കത്തിൽ നിന്നൊന്ന് എനർജറ്റിക് ആക്കാൻ വേണ്ടി എനിക്ക് കോഫിയുടെ ആവശ്യം പോലും വേണ്ടി വന്നില്ല. ഞാൻ ഇന്നലെ കണ്ട രൂപം എൻ്റെ വീടിന് നേരെ നോക്കി ആ സൈഡ് വാക്കിൽ നിൽക്കുകയാണ്. റൂംമേറ്റ്സ് ഒക്കെ നേരത്തെ ജോലിക്ക് പോയി. അതുകൊണ്ട് ഞാൻ കോഫിയൊക്കെ കുടിച്ച് ഡ്രസ്സൊക്കെ മാറി ഡോറിലെ പീപ്പ് ഹോളിൽ കൂടെ ഒന്ന് പുറത്തേക്ക് നോക്കി. അപ്പോഴും അവൻ അവിടെ തന്നെയുണ്ട്. എന്ത് കോമഡി ആണെങ്കിലും നേരിടാന്ന് കരുതി ഞാൻ ഒരു ദീർഘശ്വാസം എടുത്ത് വാതിൽ തുറന്നു. ഞാൻ പോർച്ചിലേക്ക് ഇറങ്ങിയതും അവൻ്റെ ശ്രദ്ധ എന്നിലേക്ക് മാറി. ഞാൻ പുല്ലിക്കൂടെ നടക്കുമ്പോഴൊക്കെ അവൻ എന്നെ തന്നെ നോക്കിക്കൊണ്ട് നിൽക്കുമായിരുന്നു. ഞാൻ സൈഡ് വാക്കിലേക്ക് കാല് വെച്ചപ്പോൾ അവനൊന്ന് പേടിച്ചതുപോലെ എനിക്ക് തോന്നി. പക്ഷെ ഞാൻ റോഡ് സൈഡിൽ ചെന്ന് നിന്നപ്പോൾ അവനൊന്ന് സമാധാനമായി. ഞാൻ റോഡ് ക്രോസ് ചെയ്യാതെ അപ്പുറത്ത് തന്നെ നിന്നു. നീ ഇവിടെ എന്ത് ചെയ്യാ? അങ്ങനെ ചോദിക്കാൻ പറ്റുമോ എന്ന് എനിക്ക് അറിയാത്തതുകൊണ്ട് ഞാൻ ഹേ എന്തൊക്കെയുണ്ട് വിശേഷം എന്ന് ചോദിച്ചു. അവൻ കുറച്ച് പേടിച്ച പോലെ പറഞ്ഞു, ഒന്നുമില്ല, ജസ്റ്റ് ഇവിടെ ഇങ്ങനെ നിൽക്കുന്നു. അങ്ങനെ അവനെ കണ്ടിട്ട് വീടില്ലാത്ത വല്ല ഭിക്ഷക്കാരനാണോ അതോ ഭ്രാന്തുള്ള ഒരാളാണോ അങ്ങനെയൊന്നും തോന്നുന്നേ ഇല്ല. 40 വയസ്സുള്ള ഒരാൾ, ഒരു ഡാർക്ക് ബ്ലൂ റോബാണ് ഇട്ടിട്ടുള്ളത്. എവിടെയോ കണ്ട് പരിചയമുള്ള പോലെ. നിങ്ങൾ ആ വീട്ടിലല്ലേ താമസം എന്ന് ചോദിച്ച് ഞാൻ അവൻ്റെ പുറകെയുള്ള ഒരു വീട്ടിലെ ഡ്രൈവേയിലേക്ക് വിരൽ ചൂണ്ടിക്കാണിച്ചു. അവൻ തലയാട്ടി. എന്നിട്ട് പറഞ്ഞു, അതെ എൻ്റെ വീടാണ്, ഞാൻ പേപ്പർ എടുക്കാൻ വേണ്ടി ഇറങ്ങിയതാ. അവൻ്റെ കയ്യിലുള്ള ഓറഞ്ച് ബാഗിലുള്ള ന്യൂസ് പേപ്പർ ഞാൻ ശ്രദ്ധിച്ചു. ആ, അത് കിട്ടിയല്ലോ ഞാൻ പറഞ്ഞു. പക്ഷെ അപ്പോഴാണ് ഞാൻ ശ്രദ്ധിച്ചത് മറ്റൊരു ഓറഞ്ച് ബാഗ് ഡ്രൈവേയിൽ കിടക്കുന്നുണ്ട്. അപ്പോൾ അവൻ്റെ കയ്യിലുള്ളത് ഇന്നലത്തെ പേപ്പറാണെന്ന് എനിക്ക് മനസ്സിലായി. അവനൊന്നും മിണ്ടിയില്ല. ഒരു വല്ലാത്ത പേടിയുള്ള എക്സ്പ്രഷൻ ആയിരുന്നു മുഖത്ത്. ഇന്നലെ രാത്രിയും ഞാൻ നിങ്ങളെ ഇവിടെ കണ്ടിരുന്നു ഞാൻ ചോദിച്ചു. അതെ, അത് ഞാനായിരുന്നു എന്നാൾ പറഞ്ഞു. ഞാൻ താഴേക്ക് നോക്കിയപ്പോൾ അയാൾ ചെരുപ്പിട്ടിട്ടുണ്ടായിരുന്നില്ല. നിങ്ങൾ രാത്രി മുഴുവൻ ഇവിടെ ഇങ്ങനെയായിരുന്നു നിന്നത് എന്ന് ഞാൻ ചോദിച്ചു. അതിന് ഞാൻ പ്രതീക്ഷിച്ചത് ആ പുള്ളി ഒന്ന് ചിരിച്ച് തള്ളും എന്നായിരുന്നു. പക്ഷെ അയാൾ അതെ എന്ന് മറുപടി തന്നു. ഈ തണുപ്പത്ത് ചെരുപ്പ് പോലും ഇല്ലാതെ രാത്രി മുഴുവൻ നിന്നോ? അവൻ്റെ ഉള്ളിലെ പേടി അവൻ്റെ മുഖത്തുള്ള ചിരി തള്ളി മാറ്റി ഇങ്ങനെ പുറത്തേക്ക് വരുന്നുണ്ടായിരുന്നു. അതെ, അവൻ മറുപടി തന്നു. എനിക്കാകെ വിയേർഡായിട്ട് ഫീൽ ചെയ്തു. ഞാൻ ചോദിച്ചു, എന്നിട്ട് ഇപ്പോഴും ഇവിടെ തന്നെ ഇങ്ങനെ നിൽക്കുവാണോ? അവൻ എന്തോ പറയാൻ വേണ്ടി ഇങ്ങനെ വന്നു. എന്നിട്ട് മാറ്റി പറഞ്ഞു, ചിലപ്പോൾ നിൽക്കുമായിരിക്കും, നല്ല കാലാവസ്ഥയല്ലേ. അത് ശരിയാണ്, നല്ല വെയിലൊക്കെയുള്ള ഒരു സുന്ദരമായ കാലാവസ്ഥയായിരുന്നു ആ ദിവസം. ശരി, പക്ഷേ ഇങ്ങനെ എൻ്റെ വീടിനെ തന്നെ നോക്കി നിൽക്കാതിരിക്കാൻ പറ്റുമോ ഞാൻ ചോദിച്ചു. അവൻ സോറി പറയാൻ വരുന്നത് പോലെ വന്നിട്ട് പിന്നെ വീണ്ടും അത് വെട്ടിച്ച് മാറ്റി. അയാളൊന്ന് തിരിയാൻ നോക്കിയെങ്കിലും അയാളുടെ കാല് സൈഡ് വാക്കിൽ നിന്ന് അനങ്ങുന്നുണ്ടായിരുന്നില്ല. അരയ്ക്ക് മുകളിലേക്ക് മാത്രം ഒന്ന് തിരിയാൻ ശ്രമിച്ചു. എന്നിട്ട് അതും പെട്ടെന്ന് നിർത്തി. എന്നിട്ട് പറഞ്ഞു, നിങ്ങളുടെ വീട് കാണാൻ നല്ല രസമുണ്ട്, എനിക്കത് നോക്കിയേക്കാൻ ഇഷ്ടമാണ്. അപ്പോഴേക്കും എനിക്ക് ദേഷ്യം വന്നു തുടങ്ങി. നിങ്ങളുടെ പേരെന്താ? റസ്. ഓക്കെ റസ്, നോക്ക്, നിങ്ങളിവിടെ വിയേർഡായിട്ട് നിൽക്കുന്നതും എൻ്റെ വീട് നോക്കി നിൽക്കുന്നതും നിർത്തിയില്ലെങ്കിൽ ഞാനിപ്പോൾ തന്നെ പോലീസിനെ വിളിക്കും. അത് കേട്ടതും അവൻ്റെ കണ്ണൊന്ന് തിളങ്ങി. എന്നിട്ട് പ്ലീസ് ഒന്ന് വേഗം വിളിക്കേ. അത് ഞാൻ ഒട്ടും എക്സ്പെക്റ്റ് ചെയ്യാത്തൊരു റിയാക്ഷൻ ആയിരുന്നു. ഞാൻ പെട്ടെന്ന് തന്നെ ഫോൺ എടുത്തു. ഞാനിങ്ങനെ ചെറിയ കാര്യങ്ങൾക്കൊന്നും പോലീസിനെ വിളിക്കുന്ന ടൈപ്പല്ല. പക്ഷേ ഈ സംഗതി കൈവിട്ടു പോകുമെന്ന് എനിക്ക് തോന്നി. ഞാൻ ഡിസ്പാച്ചറെ വിളിച്ച് കാര്യം പറഞ്ഞു. ഒരു അപരിചിതൻ രാത്രി മുഴുവനും എൻ്റെ വീട് തന്നെ നോക്കി നിൽക്കുമായിരുന്നു, ഇപ്പോഴിവിടെ നിൽക്കുന്നുണ്ട് എന്ന്. ശരി, ഉടനെ 2 ഓഫീസേഴ്സിനെ അവിടെ വിടാമെന്ന് അവർ പറഞ്ഞു. പോലീസ് വരുന്നത് വരെ ഞാനും റസും സംസാരിച്ചില്ല. അവനിടയ്ക്ക് എന്നെയും ഇടയ്ക്ക് പരിസരമൊക്കെ നോക്കി അങ്ങനെ നിന്നു. സാധാരണ നല്ല സൈലൻ്റ് ആയിട്ടുള്ള ഏരിയ ആണത്. എല്ലാവരും അവരവരുടെ കാര്യം നോക്കി ജീവിക്കുന്നവർ. എനിക്ക് റസിനെ ആദ്യം മുതലേ അറിയായിരുന്നെങ്കിൽ എനിക്ക് മനസ്സിലായിരുന്നു ഇവൻ എന്തിനാ ഇങ്ങനെ വിയേർഡായിട്ട് ആക്ട് ചെയ്യുന്നതെന്ന്. പക്ഷെ ആ ദിവസം അവൻ എനിക്ക് വെറും ഒരു സ്ട്രേഞ്ചറായിരുന്നു. ഒരു പോലീസ് വണ്ടി റോഡിലൂടെ വരുന്നത് കണ്ടപ്പോൾ റസിൻ്റെ പേടി കുറച്ചൊക്കെ മാറി. 2 ഓഫീസേഴ്സ് വണ്ടിയിൽ നിന്ന് ഇറങ്ങി വരുന്ന കണ്ടു. അതിലൊരാൾ പുച്ഛത്തോടെ ചോദിച്ചു, എന്താ അവിടുത്തെ പ്രശ്നം? അപ്പോൾ റസ് എന്നെ ഭയങ്കര പ്രതീക്ഷയോടെ എന്നെ നോക്കി.
ഞാൻ പറഞ്ഞു, സാർ ഇയാൾ ഇന്നലെ രാത്രി തൊട്ട് ദേ ഇപ്പോൾ വരെ എൻ്റെ വീടിനെ തന്നെ നോക്കിക്കൊണ്ട് നിൽക്കുകയാണ്. രണ്ടാമത്തെ പോലീസ് ഓഫീസർ ഇത് കേട്ടിട്ട് കണ്ണൊന്നുരുട്ടി. എന്നിട്ട് റസ്സിനെ നോക്കി ചോദിച്ചു, സാർ ഇയാൾ പറയുന്നത് സത്യമാണോ എന്ന്. റസ് ഒന്ന് വിറച്ചുകൊണ്ട് അതെ എന്ന് പറഞ്ഞു. ഈ പ്രതീക്ഷിക്കാത്ത റിപ്ലൈ കിട്ടിയപ്പോൾ ഈ 2 പോലീസിനും ഒരു ഉഷാറ് വന്നു. ആദ്യത്തെ ഓഫീസർ സീരിയസ് ആയി ഒന്നും കൂടെ ചോദിച്ചപ്പോൾ റസ് തലയാട്ടി. കുറച്ചു നേരം ഞങ്ങളെ 2 പേരും നോക്കിയതിന് ശേഷം രണ്ടാമത്തെ ഓഫീസർ പറഞ്ഞു, എന്നാൽ ശരി ഇവിടുന്ന് ഇപ്പോൾ പൊക്കോ എന്ന്. പക്ഷേ റസ് ഒന്നിങ്ങനെ നിവർന്ന് നിന്നിട്ട് പറയും, ഇല്ല എന്ന്. പോലീസ് അപ്പോൾ എന്ത് എന്ന് ചോദിച്ചപ്പോൾ റസ് വീണ്ടും തറപ്പിച്ച് ഇല്ല എന്ന് മറുപടി കൊടുത്തു. അപ്പോൾ ഈ 2 ഓഫീസറും നടന്ന് റസ്സിൻ്റെ അടുത്തേക്ക് നടക്കുകയാണ്. അപ്പോൾ റസ് സാർ എന്ന് പറഞ്ഞു. ഒരു ഓഫീസർ ഹാൻഡ് കഫ് എടുത്തു, മറ്റേ ഓഫീസർ പറയുന്നത് കേൾക്കാൻ പറഞ്ഞു. പക്ഷേ റസ്സിൻ്റെ 2 അടി അടുത്തെത്തിയതും അവരവിടെ തറഞ്ഞു നിന്നുപോയി. അവർ 2 പേരും അവിടെ അനങ്ങാൻ പറ്റാതെ നിന്നു. വാ എന്നെ കൊണ്ടുപോ, റസ് അവരെ പ്രകോപിപ്പിച്ചുകൊണ്ട് പറഞ്ഞു. നിങ്ങളെന്താ നോക്കിയിരിക്കുന്നത്, വാ. ആ 2 പോലീസുകാരും ആകെ പേടിച്ച പോലെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി. എന്നിട്ട് പതുക്കെ പുറകോട്ട് മാറി. എന്നിട്ട് കയ്യിലുണ്ടായിരുന്ന ഹാൻഡ് കപ്സ് അവർ തിരിച്ച് ബെൽറ്റിൽ തന്നെ വെച്ചു. അത് കണ്ടപ്പോൾ റസ് അലറി, വേണ്ട, നിങ്ങളിത് ചെയ്യണം, വൃത്തിയായിട്ടവന്മാരെ, പന്നികൾ, എന്നെ തല്ല്, എന്നെ ഇവിടുന്ന് വലിച്ച് താഴെയിട്, എന്നെ ഇവിടുന്ന് എങ്ങനെയും വലിച്ച് അടിച്ച് മാറ്റ്. ആദ്യത്തെ പോലീസുകാരൻ്റെ മുഖം ആകെ വിളറി വെളുത്തു. അയാൾ പറഞ്ഞു, സാർ നിങ്ങൾ പറയുന്നത് ശരിയാണ്, ഞങ്ങൾ പന്നികൾ തന്നെയാണ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ചെയ്തോ, എത്ര നേരം വേണമെങ്കിലും അവിടെ നിന്നു, ഇത് നിങ്ങളുടെ പ്രോപ്പർട്ടിയാണ്, ഞങ്ങൾക്ക് ഇതിൽ ഇടപെടാൻ അവകാശമില്ല. രണ്ടാമത്തെ ഓഫീസർ ഒരു തരം മാപ്പ് ചോദിക്കുന്ന ഭാവത്തിൽ എന്നെ ഒന്ന് നോക്കി. അവർ 2 പേരും പെട്ടെന്ന് വണ്ടിയിൽ കയറി അവിടെ നിന്ന് പാഞ്ഞുപോയി. റസ് അവർക്ക് പുറകെ എന്തൊക്കെയോ അലറി വിളിക്കുന്നുണ്ടായിരുന്നു. പക്ഷെ അവൻ്റെ കാല് ആ സൈഡ് വാക്കിൽ നിന്ന് 1 ഇഞ്ച് പോലും അനങ്ങിയില്ല. ഞാൻ ഒന്നുകൂടി പോലീസ് സ്റ്റേഷനിലേക്ക് വിളിച്ചു. പക്ഷേ എൻ്റെ അഡ്രസ്സ് കേട്ട ഉടനെ അപ്പുറത്തുള്ള ലേഡി പറഞ്ഞു, ഇനി ഈ നമ്പറിലേക്ക് വിളിക്കരുതെന്ന്. എന്നിട്ട് ഫോൺ കട്ട് ചെയ്തു. ഞാൻ ഫോൺ താഴ്ത്തുന്നത് കണ്ടപ്പോൾ റസ്സിൻ്റെ ഉള്ളിലെ ദേഷ്യമൊക്കെ പോയി. റോഡിൻ്റെ അപ്പുറത്ത് നിന്ന് ആ 40 വയസ്സുകാരൻ ഒരു കൊച്ചുകുട്ടിയെ പോലെ പൊട്ടിക്കരയാൻ തുടങ്ങി. നിസ്സഹായാവസ്ഥയുടെയും പേടിയുടെയും അങ്ങേ അറ്റമെത്തി ഒരാളിങ്ങനെ കരയുന്നത് ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. റസ്, എന്താ അവിടെ നടക്കുന്നത് എന്ന് എനിക്ക് ചോദിക്കണമെന്നുണ്ടായിരുന്നു. പക്ഷെ അവൻ്റെ കരച്ചിൽ കാരണം അവന് മറുപടി പറയാൻ പറ്റില്ല. ഞാൻ പതുക്കെ റോഡ് ക്രോസ് ചെയ്ത് അവൻ്റെ അടുത്തേക്ക് ചെന്നു. എനിക്കെന്തോ ഒരു വല്ലാത്ത തോന്നലുണ്ടായി, പക്ഷേ അത് വാക്കുകളിൽ പറയാൻ പറ്റില്ല. ഞാൻ അവൻ്റെ തൊട്ടടുത്ത് വരെ എത്തി. അവനെ സൈഡ് വാക്കിൽ നിന്നൊന്ന് തള്ളി മാറ്റണമെന്ന് ഉറപ്പിച്ചാണ് ഞാൻ ചെന്നത്. പക്ഷെ അവൻ്റെ ഒരു 2 അടി അടുത്തെത്തിയപ്പോൾ എൻ്റെ മനസ്സ് മാറി. കരയുന്ന ഒരു മനുഷ്യനെ പോയി തള്ളുന്നത് ശരിയല്ലല്ലോ എന്നെനിക്ക് തോന്നി. ഞാൻ കൺഫ്യൂഷൻ അടിച്ച് പുറകോട്ട് മാറി. രണ്ടാമത് ഞാൻ ശ്രമിച്ചു. അവൻ്റെ അടുത്തെത്തിയപ്പോൾ വീണ്ടും എൻ്റെ മനസ്സ് മാറി. അവനവിടെ നിന്നോട്ടെ, ഇതിൽ ഇടപെടാൻ ഞാൻ ആരാണ്? നല്ലൊരു ദിവസം വെറുതെ പുറത്ത് നിൽക്കണമെന്നുണ്ടെങ്കിൽ അവൻ നിന്നോട്ടെ. അതായിരുന്നു എൻ്റെ ചിന്ത. ഓരോ തവണ ഞാൻ അവൻ്റെ അടുത്തേക്ക് ചെല്ലുമ്പോഴും പിന്നെ മനസ്സ് മാറി പിന്മാറുമ്പോഴും അവൻ്റെ ഉള്ളിലെ പേടി കൂടിക്കൊണ്ടിരുന്നു. ഇത് ശരിയാവില്ല എന്ന് ഞാൻ പറഞ്ഞ് റോഡിൻ്റെ നടുവിലേക്ക് മാറി നിന്നു. ഓടി വന്ന് അവനൊന്ന് ടാക്കിൾ ചെയ്ത് നോക്കാം എന്ന് ഞാൻ കരുതി. എന്താണ് ചെയ്യുന്നതെന്ന് എനിക്ക് കൃത്യമായി അറിയില്ലായിരുന്നു. ഞാൻ ആഞ്ഞോടി ചെന്നു. പക്ഷെ അവൻ്റെ അടുത്തെത്തി ചാടാൻ തുടങ്ങിയതും എൻ്റെ മൈൻഡ് വീണ്ടും മാറി. ഇതൊക്കെ ഒരു രസമല്ലേ, എന്തിനാ വെറുതെ സീനാക്കുന്നത് എന്ന് വിചാരിച്ച് ഞാൻ സൈഡിലേക്ക് മാറി നടന്നു. അവൻ്റെ കരച്ചിലൊരു പുഴ പോലെ ഒഴുകുന്നുണ്ടായിരുന്നു. എന്തോ വലിയൊരു അപകടം അവിടെ ഉണ്ടെന്ന് എനിക്കുള്ളിൽ തോന്നുന്നുണ്ടായിരുന്നു. പക്ഷെ ഞാൻ തിരിച്ചു നടന്നു. പതുക്കെ വീടിനുള്ളിലേക്ക് പോയി. കിച്ചൺ വിൻഡോയിലൂടെ നോക്കിയാൽ അവൻ ഇപ്പോഴും കാണാം. എൻ്റെ ഹൃദയത്തിൽ എന്തോ ഒന്ന് കരണ്ട് തിന്നുന്ന പോലെ തോന്നുന്നുണ്ടെങ്കിലും അതൊന്നും ശ്രദ്ധിക്കാതെ ഞാൻ എൻ്റെ ജോലികളിൽ മുഴുകി. ഓരോ തവണ ജനലിലൂടെ നോക്കുമ്പോഴും അവൻ അവിടെ നിന്ന് മാറിയിട്ടുണ്ടാകുമെന്ന് ഞാൻ വെറുതെ മോഹിച്ചു. പക്ഷേ അവൻ അവിടെ തന്നെയുണ്ട്, വിറച്ചും കരഞ്ഞും സഹായത്തിനായി ചുറ്റും നോക്കിയും. അതൊരു ജൂൺ മാസമായിരുന്നു. ഞങ്ങളുടെ ആ ഏരിയയുടെ സമാധാനം തന്നെ പോയി. പണ്ട് ഞാനും എൻ്റെ റൂംമേറ്റ്സും കൂടി ചേർന്ന് പാർട്ടികളും ഗെയിംസൊക്കെ നടത്തിയിരുന്ന ആ വീട്ടിൽ ഇപ്പോൾ ഞങ്ങൾ മിണ്ടാതെ ഇരുന്ന് ഭക്ഷണം കഴിക്കുന്നു. എല്ലാവരുടെയും ഉള്ളിൽ ഒരു തരം വല്ലാത്ത ഭയം നിറഞ്ഞു നിന്നു. ഞങ്ങൾ ആരെങ്കിലും ഈ ജോലി സ്ഥലത്തെ കാര്യങ്ങളോ പോകാൻ ആഗ്രഹിക്കുന്ന ഏതെങ്കിലും പരിപാടികളെക്കുറിച്ചോ സംസാരിക്കാൻ തുടങ്ങിയാൽ
പാതി വഴി അത് നിർത്തും. ഉള്ളിലൊരു തരം എംപ്റ്റീനെസ് ഫീൽ ചെയ്യും. ഇങ്ങനൊരവസ്ഥയിൽ കോൺസേർട്ടിനെ കുറിച്ചോ വാട്ടർ പാർക്കിൽ പോകുന്നതിനെ കുറിച്ചോ ആരാ ആലോചിക്കുക? ഞങ്ങളെല്ലാവരും കിച്ചൺ വിൻഡോയിലൂടെ പുറത്ത് നോക്കും. റസ് അപ്പോഴും അവിടെ നിൽക്കുന്നുണ്ടാവും. കഠിനമായ വെയിലുള്ള സമയത്ത് അയാളുടെ റോബ് ഊരി തലയിൽ വെച്ചിട്ട് ഈ സൺബേണൊക്കെ ഒഴിവാക്കാൻ ശ്രമിക്കും. ചില സമയങ്ങളിൽ ഈ അടുത്തുള്ള മരത്തിൻ്റെ തണൽ അവന് കിട്ടുന്നുണ്ടായിരുന്നു. പക്ഷെ അവൻ്റെ ചെരുപ്പില്ലാത്ത കാലിൻ്റെ അവസ്ഥ ഭയങ്കര മോശമായി. ഒരാഴ്ച കഴിഞ്ഞപ്പോഴേക്കും അവൻ്റെ കാല് വെന്തു പൊള്ളിയ പോലെ ചുവന്നിങ്ങനെ തടിച്ചു വന്നു. രണ്ടാമത്തെ ആഴ്ച ആയപ്പോഴേക്കും അയൽവാസികളെല്ലാം അവിടെ ഒത്തുചേരാൻ തുടങ്ങി. അവൻ അവിടെ നിൽക്കുന്നത് ആർക്കും ശ്രദ്ധിക്കാതിരിക്കാൻ പറ്റില്ലല്ലോ. എല്ലാവരും അവൻ്റെ അടുത്തേക്ക് വരികയും പരസ്പരം സംസാരിക്കുകയൊക്കെ ചെയ്തു. പക്ഷേ ആ സംസാരത്തിലൊക്കെ ഒരു വല്ലാത്ത ഭയം ഉണ്ടായിരുന്നു. എന്തും മോശം കാലാവസ്ഥയാണല്ലേ, ഒരു നെയ്ബർ പറഞ്ഞു. അവരുടെ കണ്ണിൽ നല്ല ഭയം കാണായിരുന്നു. സത്യത്തിൽ പുറത്ത് നല്ല സുന്ദരമായ കാലാവസ്ഥയായിരുന്നു. അതെ, ശരിക്കും ഭീകരമായ കാലാവസ്ഥ. എന്താണാവോ ഇങ്ങനെ സംഭവിക്കുന്നത്? മറ്റൊരാൾ ഏറ്റുപിടിച്ച് പറഞ്ഞു. ഞങ്ങളുടെ കൂട്ടത്തിലെ ഏറ്റവും പ്രായമുള്ളൊരു സ്ത്രീ. ആ സ്ത്രീ പണ്ടത്തെ ഈ ഗ്രേറ്റ് ഡിപ്രഷൻ കാലമൊക്കെ കടന്നു വന്ന ഒരാളാണ്. നല്ല ധൈര്യമുള്ള ഒരാൾ. അവർ പോലും അവിടെ നിന്ന് പൊട്ടിക്കരഞ്ഞു. റസ് ഇതൊക്കെ നോക്കി നിൽക്കുകയാണ്. അവൻ്റെ മുഖത്ത് പ്രതീക്ഷയുടെ ഒപ്പം ഭയങ്കര പേടിയും ഉണ്ടായിരുന്നു. ആ വൃദ്ധ അലറിക്കൊണ്ട് അവൻ്റെ അടുത്ത് ചോദിച്ചു, നിനക്കൊന്ന് അകത്ത് പൊക്കോടെടാ എന്ന്. അവൻ വിറച്ചുകൊണ്ട് പറഞ്ഞു, എനിക്ക് അകത്ത് പോകണ്ട, എൻ്റെ കാലിൽ ഇങ്ങനെ വെയിൽ കൊള്ളുന്നത് എനിക്ക് ഇഷ്ടമാണ് എന്ന്. ആ വൃദ്ധ അവനെ തല്ലാൻ വേണ്ടി കൈയൊങ്ങി അവൻ്റെ അടുത്തേക്ക് ചെന്നു. പക്ഷേ അവൻ്റെ അടുത്തെത്തിയതും അവരുടെ മനസ്സ് മാറി. ശരിയാ മോനെ, നിനക്കിത് സഹിക്കാൻ പറ്റും. നീ ഇങ്ങനെ പ്രകൃതി ആസ്വദിച്ചുകൊണ്ടിരിക്കുന്നത് ഞാൻ തടയാൻ പാടില്ല. മറ്റൊരു അയൽവാസി കുറച്ച് വസ്ത്രങ്ങളൊക്കെ ആയിട്ട് മുന്നോട്ട് വന്നു. ഈ ഷർട്ടും ജീൻസെങ്കിലും എടുത്തോ. പക്ഷേ അവൻ്റെ അടുത്തെത്തുന്നതിന് മുമ്പേ അയാൾ തിരിഞ്ഞു നടന്നു. നിനക്കെൻ്റെ പഴയ ഡ്രസ്സൊന്നും വേണ്ടായിരിക്കുമല്ലേ? റസ് അങ്ങനെ നിസ്സഹായനായി പറഞ്ഞു, വേണ്ട, ഞാൻ ഓക്കെയാണ്, താങ്ക്സ്. ആ സമയത്ത് ഞങ്ങളുടെ അവിടെ മഴക്കാലമായിരുന്നു. ചെറുതായി ചാറാൻ തുടങ്ങിയപ്പോൾ ഞങ്ങളെല്ലാവരും വീടിനുള്ളിലേക്ക് കയറി ജനലിലൂടെ നോക്കി. റസ് ദാഹത്തോടെ ആകാശം നോക്കി വായ തുറന്നു പിടിക്കുന്നത് ഞങ്ങൾ കണ്ടു. മഴ കനത്തപ്പോൾ റോഡ് സൈഡിലെ ഒഴുക്കിൽ നിന്ന് അവൻ വെള്ളം കോരി കുടിച്ചു. അത് കണ്ടപ്പോൾ ഞങ്ങൾക്കൊരു ബുദ്ധി തോന്നി. ഞങ്ങളെല്ലാവരും ഇടയ്ക്കിടെ കാറ് കഴുകാൻ തുടങ്ങി. ഓസിൽ നിന്നുള്ള വെള്ളം റസിൻ്റെ അടുത്തേക്ക് ഒഴുകി ചെന്നു. അങ്ങനെ അവന് ജീവൻ നിലനിർത്താൻ ആവശ്യമുള്ള വെള്ളം കിട്ടി. പക്ഷെ ഒരു കാറ് കഴുകാൻ എടുക്കുന്ന സമയം മാത്രമേ ഞങ്ങളത് ചെയ്തുള്ളൂ. ഞങ്ങളിത് പരസ്പരം പറഞ്ഞില്ലെങ്കിലും മറ്റൊരാൾ ചെയ്യുന്നത് കണ്ട് ബാക്കിയുള്ളവർ അത് തുടർന്നു. മഴ വന്നതോടെ മണ്ണിൽ നിന്ന് പുഴുക്കൾ പുറത്തേക്ക് വന്നു. അവൻ അതിനെയൊക്കെ പിടിച്ചു തിന്നു. പക്ഷികൾ അടുത്തേക്ക് വരുന്നത് വരെ അനങ്ങാതെ നിൽക്കാൻ അവൻ പഠിച്ചു. അവൻ പക്ഷികളെ പിടിച്ച് അങ്ങനെ തന്നെ വിഴുങ്ങി. അവൻ്റെ പരിസരമൊക്കെ ആകെ വൃത്തികേടായി. മഴ വരുമ്പോൾ മാത്രമാണ് ആ സ്ഥലം ഒന്ന് ക്ലീൻ ആവുന്നത്. ആ ഇടയ്ക്കാണ് തെരുവിലെ ഒരാൾ മരവും മെറ്റലും ഒക്കെ ഉപയോഗിച്ച് എന്തോ ഒരു വലിയ സാധനം ഉണ്ടാക്കാൻ തുടങ്ങിയത്. ഒരു മാസത്തിനിടെ ആദ്യമായിട്ടാണ് ഞങ്ങൾക്ക് ജനലിന് പുറത്ത് കാണാൻ പുതിയൊരു കാര്യം കിട്ടുന്നത്. ഏതാണ്ട് ഒരാഴ്ചയോളം ഞങ്ങളത് നിരീക്ഷിച്ചു. അതൊരു ഭീമൻ റൂബ് ഗോൾഡ്ബർഗ് മെഷീനായിരുന്നു. ഒരുപാട് ലിവറുകളും ചുറ്റികകളും ഉരുളുന്ന പന്തുകളൊക്കെയുള്ള ഒരു വലിയ സെറ്റപ്പ്. അത് ആ തെരുവിലൂടെ വളഞ്ഞു പൊളഞ്ഞ് കിലോമീറ്ററുകളോളം നീണ്ടു കിടക്കുന്ന രീതിയിലാണ് അയാൾ പ്ലാൻ ചെയ്തത്. ഞാനും എൻ്റെ റൂംമേറ്റ്സും കുറച്ച് ദിവസം ലീവ് എടുത്ത് അയാളെ സഹായിക്കാൻ തുടങ്ങി. അയൽപ്പക്കത്തെ പ്രായമുള്ള സ്ത്രീകൾ ഞങ്ങൾക്ക് കുടിക്കാനും കഴിക്കാനൊക്കെ എത്തിച്ചു തന്നു. ഞങ്ങൾ കഴിക്കുന്നത് റസ് നോക്കിയെന്നു. പക്ഷെ ഞങ്ങൾ പണിയെടുക്കുന്നത് അവൻ വളരെ ശ്രദ്ധയോടെയാണ് നോക്കിയത്. എനിക്കിത്തരം പണികളൊന്നും വലിയ വശമില്ലെങ്കിലും ഞാൻ എങ്ങനെയൊക്കെയോ തടി കഷ്ണങ്ങൾ മുറിക്കാനും ആണി അടിക്കാനൊക്കെ പഠിച്ചു. ഞങ്ങളുടെ സീരിയസ്നെസ് കണ്ടപ്പോൾ മറ്റുള്ളവരും കൂടെ കൂടി. 6 ദിവസം എടുത്തു ഞങ്ങൾ ആ മെഷീൻ പൂർത്തിയാക്കിയെടുക്കാൻ. ഒരു വലിയ കൊടുങ്കാറ്റ് വരുന്നതിൻ്റെ തലേന്ന് ആകാശമൊക്കെ ഇരുണ്ടു തുടങ്ങിയപ്പോൾ ഞങ്ങളെല്ലാവരും റസ് കാണാത്ത രീതിയിൽ റോഡിൻ്റെ അറ്റത്ത് ഒത്തുകൂടി. ആ മെഷീൻ സ്റ്റാർട്ട് ചെയ്യാനുള്ള ബട്ടണിന് ചുറ്റും ഞങ്ങൾ നോക്കി നിന്നു. എല്ലാ ലിവറുകളും ഹാമറുകളും കറക്റ്റായി വർക്ക് ചെയ്താൽ അവസാനം ഒരു മെക്കാനിസം റസ്സിനെ തള്ളി താഴെയിടും. അതായിരുന്നു ഞങ്ങളുടെ പ്ലാൻ. ഞങ്ങൾ ആ ബട്ടണിലേക്ക് നോക്കി നിൽക്കുമ്പോൾ ഒരു പെൺകുട്ടി അങ്ങോട്ട് ജോഗിങ് ചെയ്തു വന്നു. അവൾ ഞങ്ങളെ കണ്ടതും ഒന്ന് പേടിച്ചു. 30ഓളം ആളുകൾ ഇങ്ങനെ നോക്കി നിൽക്കുന്നത് കണ്ട ആരും പേടിക്കുമല്ലോ. ഞങ്ങൾ പതുക്കെ ഒന്ന് മാറി നിന്ന് ഇടയ്ക്കിടെ ആ ബട്ടണിലേക്ക് നോക്കി. ഞാനിത് പ്രസ് ചെയ്യണോ? അവൾ വളരെ പതിയെ ചോദിച്ചു.
ഇതല്ല പ്രാങ്ക് വീഡിയോയ്ക്കുമാണോ? ഞങ്ങൾ പരസ്പരം നോക്കി. ആ വയസ്സായ സ്ത്രീ ഒന്ന് തലയാട്ടി. ആ പെൺകുട്ടി ബട്ടണിനടുത്തേക്ക് ചെന്നു. കൈ അതിൻ്റെ മുകളിൽ വെച്ചു. പക്ഷെ പെട്ടെന്ന് എന്തോ ഒരു പേടി വന്നതുപോലെ അവൾ കൈ പിൻവലിച്ചു. അവളുടെ മുഖത്ത് വല്ലാത്തൊരു വേദനയും പേടിയും ഉണ്ടായിരുന്നു. അവൾ വേഗം അവിടെ നിന്ന് ഓടിപ്പോയി. ഞങ്ങൾ ആകെ നിരാശരായി അവിടെ നിന്നു. പിന്നീട് വന്ന ആ വലിയ കാറ്റിൽ ഞങ്ങളുണ്ടാക്കിയ മെഷീനൊക്കെ തകർന്നുപോയി. അതുണ്ടാക്കാൻ തുടങ്ങിയ ആൾ പിറ്റേന്ന് വളരെ സങ്കടത്തോടെ അതെല്ലാം അഴിച്ചു മാറ്റി. റസ് വളരെ നിരാശയോടെ ഇതെല്ലാം നോക്കി നിൽക്കുന്നുണ്ടായിരുന്നു. ഒരു ദിവസം രാവിലെ ഒരു മൂവിങ് ട്രക്ക് അവിടെ വന്നു. റസിൻ്റെ വൈഫിൻ്റെ സാധനങ്ങളൊക്കെ പാക്ക് ചെയ്യുന്നത് കാണാൻ ഞങ്ങളെല്ലാവരും അവിടെ കൂടി. റസ് ജോലിക്ക് പോകാത്തതുകൊണ്ട് അവൻ്റെ ജോലി പോയി. ആ വീടിൻ്റെ വാടക കൊടുക്കാൻ ഇപ്പോൾ അവരുടെ കയ്യിൽ പണവുമില്ല. അവൾ റസിനെ നോക്കി ദേഷ്യത്തോടെ പറഞ്ഞു, ഇവനിത് എന്ത് ചെയ്യുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. പണിയെടുക്കുന്നതിന് പകരം ഇങ്ങനെ വെറുതെ നിൽക്കാൻ ഇഷ്ടപ്പെടുന്ന ഒരു തോൽവിയുടെ കൂടെ എനിക്ക് ജീവിക്കാൻ പറ്റില്ല. ഇതും ഒരു പണിയാണ്. റസ് കരഞ്ഞുകൊണ്ട് അവിടെ നിന്ന് വിളിച്ചു പറഞ്ഞു. ഒന്ന് വിശ്രമിക്കാൻ പോലും പറ്റാതെ ഇങ്ങനെ നിൽക്കുന്നത് അത്ര എളുപ്പമല്ല. എനിക്ക് നല്ല ക്ഷീണമുണ്ട്. പക്ഷേ ആരെങ്കിലും ഒരാൾ ഇത് ചെയ്തേ പറ്റൂ. അവൾ റസിൻ്റെ മകനെ കാറിൽ കയറ്റി സാധനങ്ങളായി അവിടെ നിന്ന് പോയി. ഞങ്ങൾ റസിനെ നോക്കി. അവൻ കണ്ണീര് തുടച്ചുകൊണ്ട് പറഞ്ഞു, എൻ്റെ ഫാമിലിയുടെ കൂടെ പോകുന്നതിനേക്കാൾ വലിയ കാര്യം ഇവിടെ നിൽക്കുന്നതാണ്. എനിക്ക് അവരത്ര വലിയ കാര്യമൊന്നുമല്ല. അത് വെറും കള്ളമാണെന്ന് എല്ലാവർക്കും അറിയാമായിരുന്നു. അതിനുശേഷം അവൻ ആകെ തളർന്നുപോയി. വെയിലത്ത് തൊലി കരിയുന്നത് അവൻ അറിഞ്ഞില്ല. മഴ വരുമ്പോൾ വരുന്ന പുഴുക്കളെ പോലും തിന്നാൻ അവന് തോന്നുന്നില്ലായിരുന്നു. അതൊരു ജൂലൈ മാസമായിരുന്നു. 6 മാസത്തിനിടയിൽ ഞങ്ങളുടെ തെരുവിൽ നടന്ന ആദ്യത്തെ പാർട്ടി ഏതാണ്ടൊരു ലഹളയിലാണ് അവസാനിച്ചത്. ഞങ്ങളുടെ തെരുവിലെ ഒരു വീട്ടിൽ കുറച്ച് കോളേജ് പിള്ളേർ താമസിക്കുന്നുണ്ട്. അവരൊരു രാത്രി ഒരു വലിയ പാർട്ടി നടത്തി. ഇതറിഞ്ഞ അയൽവാസികളെല്ലാവരും ദേഷ്യത്തോടെ ആ വീട്ടിലേക്ക് ഇരച്ചു കയറി. ആ പിള്ളേർ മ്യൂസിക് ഓഫ് ചെയ്തിട്ട് ഞങ്ങളെ നോക്കി. നിങ്ങളീ കാണിക്കുന്ന എന്ത് പരിപാടിയാ? ആ വൃദ്ധ ചോദിച്ചു. ഞങ്ങളൊരു പാർട്ടി നടത്തുന്നു, അതിനെന്താ പ്രശ്നം? ഞങ്ങളത്ര വലിയ ബഹളമൊന്നും വയ്ക്കുന്നില്ലല്ലോ, ഒരു പയ്യൻ പറഞ്ഞു. അടുത്തത് സംസാരിച്ചത് ഞാനാണ്. എനിക്കപ്പോൾ വല്ലാത്ത ദേഷ്യം വരുന്നുണ്ടായിരുന്നു. ഇവിടുത്തെ കാര്യങ്ങൾ ഇങ്ങനെയൊക്കെ ആയിരിക്കുമ്പോൾ നിങ്ങൾക്ക് എങ്ങനെയാണ് പാർട്ടി നടത്താൻ തോന്നുന്നത്? അവിടെ താമസിക്കുന്ന മറ്റൊരു പയ്യൻ പറഞ്ഞു. അതിനെന്താ, ഇവിടെ കുറച്ച് പ്രശ്നങ്ങളുണ്ടെന്ന് കരുതി ഞങ്ങളുടെ ജീവിതം ഞങ്ങൾ ജീവിക്കാതിരിക്കണം. അവർ പറഞ്ഞത് സത്യമായിരുന്നു. അതാണ് ഏറ്റവും വലിയ സങ്കടം. അവിടെ നടക്കുന്ന കാര്യങ്ങൾ കാരണം ഞങ്ങൾക്ക് ഞങ്ങളുടെ ജീവിതം മുഴുവൻ നിർത്തിവെക്കാൻ പറ്റില്ലല്ലോ. പക്ഷേ അന്നത്തെ ആ വഴക്ക് ലോജിക്ക് വെച്ചുള്ളതായിരുന്നില്ല. അത് ഞങ്ങളുടെ ഉള്ളിലെ സങ്കടം കൊണ്ടായിരുന്നു. അത് വലിയൊരു അടിപിടിയിൽ കലാശിച്ചു. അവർ കുറച്ച് ഗ്ലാസ്സുകളൊക്കെ പൊട്ടിച്ചു. അവസാനം ഞങ്ങളെല്ലാവരും പുറത്തിറങ്ങി. ആ പിള്ളേർ അവരുടെ പാർട്ടി കണ്ടിന്യൂ ചെയ്തു. എനിക്ക് വല്ലാത്ത ദേഷ്യം തോന്നി. മറ്റൊരു അയൽവാസി ഒരു പാർട്ടി നടത്തുന്നതുവരെ ഞങ്ങൾക്കെല്ലാവർക്കും ആ ഒരു ഫീലിംഗ് ഉണ്ടായിരുന്നു. ഏതാണ്ട് ഒരാഴ്ച കഴിഞ്ഞപ്പോൾ എൻ്റെ ഒരു റൂംമേറ്റ് കുറച്ച് ഫ്രണ്ട്സിനെ ബോർഡ് ഗെയിം കളിക്കാൻ വിളിച്ചു. സത്യം പറഞ്ഞാൽ പഴയതുപോലെ ഒന്ന് നോർമലായപ്പോൾ വലിയൊരു ആശ്വാസം തോന്നി. രാത്രി ഫ്രണ്ട്സിനൊക്കെ യാത്രയാക്കി അവസാനത്തെ തമാശയും ചിരിയൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ അവർക്ക് കൈവീശി. ഇരുട്ടിൽ റസ് ഒരു നിഴൽ പോലെ അവിടെ തന്നെയുണ്ട്. അവനവിടെ എപ്പോഴും ഉണ്ടെങ്കിലും ഞങ്ങളുടെ മനസ്സിൽ നിന്ന് അവൻ പതുക്കെ മാഞ്ഞു തുടങ്ങിയിരുന്നു. പക്ഷേ പിറ്റേന്ന് രാവിലെ എഴുന്നേറ്റപ്പോൾ എനിക്ക് വലിയ കുറ്റബോധം തോന്നി. കോഫി മേക്കറിൻ്റെ അടുത്ത് നിന്ന് നോക്കിയപ്പോൾ റോഡിനപ്പുറത്ത് പൊള്ളലേറ്റ് ചുവന്നൊരു രൂപം, ഒരു നോക്കുകുത്തി പോലെ അവനവിടെ നിൽക്കുന്നു. മാസങ്ങളോളം പുറത്ത് നിന്നതുകൊണ്ട് അവൻ്റെ ആ നീല ഡ്രസ്സൊക്കെ കീറി പറഞ്ഞു തുടങ്ങി. ഒരു കരിഞ്ഞ ശവം നിൽക്കുന്നത് പോലെയാണ് അവനെ കണ്ടപ്പോൾ തോന്നിയത്. നിർഭാഗ്യവശാൽ അന്ന് എനിക്ക് പണി സ്ഥലത്ത് ഭയങ്കര തിരക്കുള്ള ദിവസമായിരുന്നു. അതുകൊണ്ട് ഈ കുറ്റബോധം പേര് നടക്കാൻ എനിക്ക് സമയമില്ലായിരുന്നു. സത്യം പറയാൻ എനിക്ക് നാണക്കേടുണ്ട്. പക്ഷേ ഞാനാണത് ചെയ്തത്. ഞാൻ കിച്ചണിലെ ജനലിലെ കർട്ടൻസ് താഴ്ത്തിയിട്ടു. ആ പ്രൊജക്റ്റ് തീരുന്നത് വരെ മാത്രം മതി എന്ന് വിചാരിച്ചിട്ടാണ്. പക്ഷെ പിന്നീട് ഒരിക്കലും ആ കർട്ടൻ ഞങ്ങൾ പൊക്കിയില്ല. കാറ് കഴിയതും ആ മെഷീൻ ഉണ്ടാക്കിയതും ആ പാർട്ടിയോട് പ്രതികരിച്ചതൊക്കെ പോലെ റസ്സിനെ നോക്കുന്നത് ഞങ്ങളൊരു ഗ്രൂപ്പായിട്ട് നിർത്തി. എൻ്റെ അയൽവാസികളും അതൊരു സിഗ്നലായി എടുത്തു. 5 ദിവസത്തിനുള്ളിൽ അവിടെയുള്ള എല്ലാ വീടുകളിലെയും കർട്ടൻ അടഞ്ഞു. റസ് ആ തെരുവിൽ പൂർണ്ണമായും ഒറ്റപ്പെട്ട ആദ്യത്തെ രാത്രി. ആരും അവനെ നോക്കുന്നില്ല എന്ന് ഉറപ്പായ ആ രാത്രി
ഞാൻ ബെഡിൽ കിടന്ന് പതുക്കെ കരഞ്ഞു. ഇത് പറയുന്ന പോലെ വാക്കുകളിൽ ഒതുക്കാൻ പറ്റാത്ത വേദനയായിരുന്നില്ല. ഇത്തവണ ഞാൻ എന്താണ് ചെയ്തതെന്ന് എനിക്ക് കൃത്യമായി അറിയാമായിരുന്നു. അതുകൊണ്ട് ആ കുറ്റബോധം എൻ്റേത് മാത്രമായിരുന്നു. ഞാനാണ് ആ കർട്ടൻ ആദ്യം താഴ്ത്തിയത്. അതുകൊണ്ട് ആ കർട്ടൻ ഞാൻ തന്നെ ആദ്യം പൊക്കണം എന്നെനിക്കുണ്ടായിരുന്നു. എല്ലാവരെയും വീണ്ടും ആ പ്രശ്നത്തിലേക്ക് കണ്ണ് തുറപ്പിക്കണം എന്ന് ഞാൻ കരുതി. പക്ഷേ എനിക്ക് അതിനുള്ള ധൈര്യം ഉണ്ടായിരുന്നില്ല. എനിക്ക് ജോലി ചെയ്യണമായിരുന്നു, വാടക കൊടുക്കണമായിരുന്നു. കർട്ടൻ പൊക്കുകയാണെങ്കിൽ ആ പ്രശ്നത്തിനെ വീണ്ടും അംഗീകരിക്കുക എന്നാണ് അർത്ഥം. പക്ഷേ ഇനിയും ആ വേദനയും സങ്കടവും സഹിക്കാൻ എനിക്ക് വയ്യായിരുന്നു. ആരെങ്കിലും ഒരാൾ ആ കർട്ടൻ ഒന്ന് പൊക്കിയിരുന്നെങ്കിൽ ഞാൻ ഓരോ ദിവസവും രാത്രിയും പ്രാർത്ഥിച്ചു. ആരെങ്കിലും അത് ചെയ്യും എന്ന് ഞാൻ ഉറച്ചു വിശ്വസിച്ചു. പക്ഷെ കുറേ കാലം ഞാൻ ഈ ചിന്തകളിൽ നിന്ന് മാറി നിന്നു. കുറേ മാസങ്ങൾക്ക് ശേഷം യാദൃശ്ചികമായി ഞാൻ പുറത്തേക്ക് നോക്കിയപ്പോൾ റസ് പഴയതിനേക്കാൾ ഹെൽത്തിയറായി നിൽക്കുന്നത് കണ്ട് ഞാൻ ഞെട്ടിപ്പോയി. അവൻ്റെ പുറയെടുത്ത് ആരും പുല്ല് വെട്ടാനോ മരം വെട്ടാനോ ഒന്നും ഇല്ലാത്തതുകൊണ്ട് പ്രകൃതി തന്നെ അവന് തണലൊരുക്കി കൊടുത്തിട്ടുണ്ട്. നല്ല മഴ കിട്ടിയോണ്ട് മരങ്ങളൊക്കെ നല്ലോണം വളർന്ന് അവന് പകൽ മുഴുവനും തണലൊരുക്കി. അവൻ്റെ സ്കിന്നിൻ്റെ മേലുണ്ടായിരുന്ന പൊള്ളലൊക്കെ മാറി എല്ലാം പഴയതുപോലെയായി. അവൻ്റെ മുട്ടിനൊപ്പം വളർന്ന് നിൽക്കുന്നുണ്ടായിരുന്ന പുല്ലിൽ ഈ ക്രിക്കറ്റ്സും വേറെ തരം പ്രാണികളൊക്കെ ഒരുപാട് വന്നിട്ടുണ്ടായിരുന്നു. വിശക്കുമ്പോൾ അവൻ വെറുതെ കൈ താഴ്ത്തി ഏതെങ്കിലും ഒരു പ്രാണിയെ എടുത്ത് തിന്നും. ഒരു കാർ അവിടെ വന്ന് നിന്നപ്പോഴാണ് ഞാൻ ജനലിലൂടെ നോക്കിയത്. ഒരു റിയൽ എസ്റ്റേറ്റ് ഏജൻറ്റ് വണ്ടിയിൽ നിന്നിറങ്ങി അവനെ ശല്യം ചെയ്യാൻ നോക്കുന്നത് ഞാൻ കണ്ടു. ഹേ, റസ്സിനെ വെറുതെ വിട്ടേക്ക്. ഞങ്ങളുടെ ആ പ്രശ്നത്തെ പ്രൊട്ടക്റ്റ് ചെയ്യാനെന്ന വണ്ണം ഞാൻ അപ്പുറത്തു നിന്ന് വിളിച്ചു പറഞ്ഞു. നിങ്ങൾക്കെന്താ ഇതൊക്കെ വെറും തമാശയാണോ? എനിക്ക് ഈ വീട് വിൽക്കാനുള്ളതാണ്. ഇതുപോലൊരു പിച്ചക്കാരൻ വീടിൻ്റെ ഫ്രണ്ടിൽ വന്ന് നിന്നാൽ ആരെങ്കിലും ഈ വീട് മേടിക്കുമോ? അവൾ ദേഷ്യപ്പെട്ടുകൊണ്ട് ചോദിച്ചു. അവൻ പിച്ചക്കാരനല്ല, അത് അവൻ്റെ വീടാണ്. ഞാൻ അവിടെ നിന്ന് വീണ്ടും ഉറക്കെ വിളിച്ചു പറഞ്ഞു. പക്ഷേ ഇനി അത് അവൻ്റെ വീടല്ല. ഡിവോഴ്സ് കേസിന് ഇവൻ വരാത്തതുകൊണ്ട് കോടതി ഈ വീട് അവൻ്റെ വൈഫിന് കൊടുത്തു. ഞാൻ എന്തിനാ അങ്ങനെ പറഞ്ഞതെന്ന് എനിക്കറിയില്ല. ഞാൻ അടുത്തത് റിപ്ലൈ കൊടുത്തത് വീടിനെ കുറിച്ചല്ല, ആ സൈഡ് വാക്ക് അവൻ്റെ ആണെന്നാണ് ഞാൻ പറഞ്ഞത് എന്ന്. എപ്പോഴോ ആ അവസ്ഥയെ ഞാൻ അങ്ങനെ തന്നെ അങ്ങ് അംഗീകരിച്ചിരുന്നു. ആ ലേഡി എന്നെയും റസ്സിനെയും ഒന്ന് ദേഷ്യപ്പെട്ട് നോക്കിയ ശേഷം വണ്ടിയിൽ കയറി അവിടുന്ന് പോയി. അടുത്തത് എന്ത് സംഭവിക്കുമെന്ന് എനിക്കറിയായിരുന്നു. ആ റിയൽ എസ്റ്റേറ്റ് ലേഡി അയച്ച ജോലിക്കാരെ ഞാനും റൂംമേറ്റ്സും ചേർന്ന് ശല്യം ചെയ്ത് അവിടെ നിന്ന് ഓടിച്ചു. അവർ ആ പുല്ലും മരവും ഒക്കെ വെട്ടി മാറ്റിയിരുന്നെങ്കിൽ റസ് ശരിക്കും കുഴപ്പത്തിലായനെ. ഒരു വലിയ കാര്യം ചെയ്ത സന്തോഷത്തിൽ ഞങ്ങൾ വീടിനുള്ളിൽ കയറി വീണ്ടും ബോർഡ് ഗെയിം കളിക്കാൻ തുടങ്ങി. അതൊരു ഓഗസ്റ്റ് മാസമായിരുന്നു. സെപ്റ്റംബറിൽ തണുപ്പ് തുടങ്ങിയതോടെ ആളുകളുടെ സംസാര രീതി മാറി. റസ്സിനി വരാനിരിക്കുന്നത് മോശം കാലമാണെന്ന് എല്ലാവർക്കും അറിയാമായിരുന്നു. അവനെ ജനലിലൂടെ കാണുമ്പോൾ ആളുകൾ തുപ്പാനും അവനെ ശപിക്കാനും തുടങ്ങി. ഇവനൊക്കെ എന്തിനാ ഇങ്ങനെ മണ്ടനെ പോലെ അവിടെ നിൽക്കുന്നത്? ഒന്ന് അകത്ത് പോയിക്കൂടെ എന്ന് ഓരോരുത്തർ ചോദിക്കാൻ തുടങ്ങി. അവരങ്ങനെ പറയുന്നത് കേൾക്കുമ്പോൾ ഞാൻ അവരെ വെറുതെ നോക്കി നിൽക്കും. അവനത് നിർത്തണമെന്ന് എനിക്കും ഉണ്ടായിരുന്നു. പക്ഷേ എനിക്കറിയില്ല, എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. എല്ലാവരെയും പോലെ ഞാനും ചോദിച്ചു, ഇവൻ എന്തിനാ ഇത് ചെയ്യുന്നത്? ഒടുവിൽ ആരോടും പറയാത്ത ആ പേടി ഉള്ളിലൊതുക്കി ഞാൻ പുറത്തിറങ്ങി. ആരും ചെയ്യാത്തൊരു കാര്യം ഞാൻ ചെയ്തു. ഞാൻ അവനോട് സംസാരിച്ചു. ഹേ റസ്. എന്തു പറയണമെന്നറിയാതെ അവൻ ചുമ്മാ അവിടെ നിന്നു. അവൻ്റെ മുടിയും താടിയൊക്കെ വളർന്ന് ആകെ കാട് കയറി കിടക്കുകയാണ്. എങ്കിലും ആ രൂപത്തിനുള്ളിൽ ഇപ്പോഴൊരു മനുഷ്യനുണ്ട്. അവനൊന്ന് ചുമച്ച് തൊണ്ട ശരിയാക്കി പറഞ്ഞു, ഹേ. ഞാൻ നേരിട്ട് കാര്യത്തിലേക്ക് കടന്നു. കുറച്ചു കാലം നീ ഗിവപ്പ് ചെയ്ത ഒരു മട്ടായിരുന്നല്ലോ. റസ് തലയാട്ടി. അപ്പോൾ നിൻ്റെ മനസ്സെന്താ മാറ്റിയേ? നീ എന്താ ഇപ്പോൾ കഴിക്കാനും കുടിക്കാനൊക്കെ തുടങ്ങിയേ? ജസ്റ്റ് ഒന്ന് സർവൈവ് ചെയ്യാൻ വേണ്ടി നീ എന്തിനാ ഇത്രയും കഷ്ടപ്പെടുന്നത്? ഞാൻ വളരെ സ്നേഹത്തോടെ ചോദിച്ചു. ആരും കെയർ ചെയ്യാത്തപ്പോൾ ഞാൻ മാത്രം അവനെ കെയർ ചെയ്യുന്നു എന്നാലോചിച്ച് ഞാൻ എന്തോ ഭയങ്കര ഗ്രേറ്റ് ആയിട്ടുള്ള ഒരാളാണെന്ന് എനിക്ക് ഫീൽ ചെയ്തു. അവൻ തലയൊന്ന് ചെരിച്ച് എന്നെ നോക്കി പറഞ്ഞു, ജസ്റ്റ് ടേക്ക് ഇറ്റ് യു ആസ്ഹോൾ. അതൊരു അപ്രതീക്ഷിത മറുപടിയായിരുന്നു. ഞങ്ങൾ അവന് വേണ്ടി എത്രയോ കാര്യങ്ങൾ ചെയ്തു, എത്ര കുറ്റബോധം അനുഭവിച്ചു. പക്ഷേ ആ കർട്ടനുകൾക്കപ്പുറം രാത്രി മുഴുവൻ, ഒരു നാട് മുഴുവൻ തന്നെ നോക്കാതിരിക്കാൻ ശ്രമിക്കുന്നത് അറിഞ്ഞുകൊണ്ട് അവിടെ നിൽക്കുന്നവൻ്റെ അവസ്ഥ ഞാൻ ചിന്തിച്ചിരുന്നില്ല. എനിക്ക് അവനോട് പറയാൻ മറുപടികളൊന്നും ഇല്ലായിരുന്നു. ഗുഡ് ലക്ക് എന്ന് പറയണമെന്നുണ്ടായിരുന്നു.
പക്ഷെ അത് വെറും പൊള്ളയായ വാക്കായി പോകുമെന്ന് എനിക്ക് തോന്നി. ഞാൻ തലയാട്ടി വീടിനുള്ളിലേക്ക് കയറി. ഇത്തവണ ഞാൻ കർട്ടൻ ഉയർത്തി വെച്ചു. സീസണിലെ ആദ്യത്തെ മഞ്ഞ് വീഴുന്നത് നോക്കി ഞാൻ ജനലിനടുത്ത് നിന്നു. പുറത്തു നിന്ന് റസ് എന്നെ ദേഷ്യത്തോടെ നോക്കുന്നുണ്ട്. അവൻ്റെ ആ വെറുപ്പിൻ്റെ ചൂട് മതിയാകുമോ ഈ തണുപ്പ് കാലം അതിജീവിക്കാൻ? ഒരു പുതപ്പ് പോലും ഇല്ലാതെ ഈ തണുപ്പിനെ അവൻ എങ്ങനെ നേരിടും? എൻ്റെ കൂടെയുള്ളവരും ഫ്രണ്ട്സും ഒക്കെ എപ്പോഴും ചോദിക്കും, അവനൊന്ന് അകത്ത് പൊക്കൂടെ എന്ന്. അതത്ര എളുപ്പമായിരുന്നെങ്കിൽ. ഒരു കാര്യം അറിയോ, ഇപ്പോഴെന്താണ് പ്രശ്നമെന്ന് എനിക്ക് പറഞ്ഞു തരാൻ പറ്റുന്നില്ല. 1.5 വർഷമായി എൻ്റെ വീടിന് മുന്നിൽ നിൽക്കുന്ന ഈ മനുഷ്യനെ കാണുമ്പോൾ ഉള്ളിലെ ആ പേടി എന്താണെന്ന് വിവരിക്കാൻ എനിക്ക് വാക്കുകളില്ല. എൻ്റെ ഉള്ളിൽ ഞാൻ ശബ്ദമില്ലാതെ അലറുകയാണ്. പക്ഷേ പുറമെ ഒന്നും അറിയാത്ത ഭാവത്തിൽ ഞാൻ രാവിലെ കോഫി കുടിക്കും. എൻ്റെ ഒരു റൂംമേറ്റ് ഉറക്കം തൂങ്ങി വന്ന് ഫ്രിഡ്ജ് തുറന്ന് അതിലേക്ക് നോക്കി നിന്നു. നോക്കുന്നവർക്ക് തോന്നും അവൻ ബേക്കൺ തിരയുകയാണെന്ന്. പക്ഷേ ഞങ്ങൾക്ക് 2 പേർക്കും അറിയാം ആ നിൽപ്പിൻ്റെ അർത്ഥം എന്താണെന്ന്. അവൻ ഫ്രിഡ്ജിലേക്ക് നോക്കുന്നു, ഞാൻ പുറത്തേക്കും. അവൻ എപ്പോഴും അവിടെ ഉണ്ടോ എന്ന ചോദ്യം ഞങ്ങൾക്കിടയിൽ മിന്നി മറഞ്ഞു. അവൻ അവിടെ ഇല്ലായിരുന്നെങ്കിൽ ഞാൻ ഉറക്കെ സംസാരിച്ചേനെ. നല്ല തണുപ്പുണ്ട് പുറത്ത്. ആകാശത്തേക്ക് നോക്കി ഞാൻ കാഷ്വലായി പറഞ്ഞു. റൂംമേറ്റ് ഒന്ന് മൂളി. അതൊരു വെറും കാലാവസ്ഥ സംസാരമായിരുന്നില്ല. അതിലൂടെ ഞങ്ങളെല്ലാം പറഞ്ഞു കഴിഞ്ഞിരുന്നു. കഴിഞ്ഞ വർഷം വലിയ തണുപ്പുണ്ടായിരുന്നില്ല, അതുകൊണ്ട് റസ് മരിച്ചില്ല. അവൻ ജീവിക്കുമെന്ന് ഞങ്ങൾ ആഗ്രഹിച്ചിരുന്നു. പക്ഷെ ചിലപ്പോൾ എനിക്ക് തോന്നും അവൻ ശരിക്കും സർവൈവ് ചെയ്തുവെന്ന്. കോഫി റെഡിയായി, എനിക്ക് പോകണം. അവൻ്റെ വെറുപ്പ് നിറഞ്ഞ നോട്ടം കടന്ന് എനിക്ക് കാറിനടുത്തേക്ക് നടക്കണം. കാരണം ഈ മാസം ഗ്യാരേജ് ഉപയോഗിക്കാനുള്ള ഊഴം എൻ്റെ റൂംമേറ്റ്സിൻ്റേതാണ്. ജാക്കറ്റ് ഇട്ടു, ലാപ്ടോപ്പ് ബാഗ് തോളിലിട്ടു. ഇനി ഒട്ടും വൈകാൻ പാടില്ല. എൻ്റെ വീടിൻ്റെ വാതിലിനുള്ളിൽ നിന്ന് ഞാനൊരു ദീർഘശ്വാസം എടുത്തു. ഓക്കെ, തുടങ്ങാം. പുല്ലിലൂടെ ഓടി കാറിനടുത്തെത്താൻ കുറച്ച് സെക്കൻഡുകൾ മതി. പക്ഷേ ഓരോ ദിവസവും രാവിലെ ആ ചെറിയ ഓട്ടം പോലും എന്നെ വല്ലാതെ ടെൻഷൻ അടിപ്പിക്കും. തണുത്ത കാറ്റ് മുഖത്തടിക്കുമ്പോൾ ഞാൻ അപ്പുറത്തെ സൈഡ് വാക്കിൽ നിൽക്കുന്ന ആ മനുഷ്യനൊഴികെ ബാക്കി എല്ലായിടത്തും നോക്കും. ആ തെരുവ് ഇപ്പോൾ ആകെ ശൂന്യമാണ്. അവിടെ വണ്ടികൾ പാർക്ക് ചെയ്യുന്നില്ല, കുട്ടികൾ കളിക്കുന്നില്ല, ആളുകൾ വീടിന് പുറത്തെ പുല്ല് പോലും വെട്ടുന്നില്ല. അയൽവാസികളൊക്കെ അവിടെ നിന്ന് താമസം മാറാൻ കിട്ടിയ ഓരോ ഒഴിവുകൾ കണ്ടുപിടിച്ച് അവിടെ നിന്ന് പോയി കഴിഞ്ഞു. ഇപ്പോൾ ആ തെരുവിൽ ആളുകൾ താമസിക്കുന്നത് ഞങ്ങളുടെ വീട്ടിൽ മാത്രമാണ്. വീടിന് വാടക കുറയുമെന്ന് നിങ്ങൾ വിചാരിക്കും, പക്ഷേ ഇല്ല, അതൊന്നും ഉണ്ടായില്ല. കാറിലേക്കുള്ള ആ 15 സെക്കൻഡ് നടത്തത്തിലെ ഏറ്റവും മോശം ഭാഗം ഞാൻ അവൻ്റെ അടുത്തേക്ക് കൂടുതൽ എത്തുന്നു എന്നതായിരുന്നു. അവൻ്റെ ഉള്ളിലെ ആ വെറുപ്പിൻ്റെ ചൂട് എൻ്റെ തൊലിപ്പുറത്ത് അനുഭവപ്പെടാൻ തുടങ്ങും. ഞാൻ അവൻ്റെ അടുത്തേക്ക് എത്തും തോറും ആ ചൂട് കൂടി വരും. ഒന്നും അറിയാത്ത ഭാവത്തിൽ ഞാൻ തറയിലേക്കും പിന്നെ കാറിൻ്റെ ഡോറിലേക്കും നോക്കി വേഗം ഉള്ളിൽ കയറി ഒരു ആശ്വാസത്തോടെ ഇരിക്കും. പക്ഷെ സത്യത്തിൽ എനിക്കൊരാശ്വാസം തോന്നാറില്ല. കാറിലിരുന്ന് വെറുതെ മുന്നിലേക്ക് നോക്കുമ്പോൾ എൻ്റെ കണ്ണുകൾ അറിയാതെ നിറയും. എന്തിനാണെന്ന് പറയാൻ എനിക്ക് പറ്റുന്നില്ല. കാറിൻ്റെ ഗ്ലാസ് അടച്ചിട്ടും അവൻ്റെ ആ വെറുപ്പിൻ്റെ ചൂടുള്ളിലേക്ക് വരുന്നുണ്ട്. എൻ്റെ നെഞ്ചിലൊരു ഭാരം കയറ്റി വെച്ചതുപോലെ എനിക്ക് തോന്നും. എല്ലാം അല്ലറി വിളിച്ച് പറയണമെന്ന് എനിക്കുണ്ടാകും, പക്ഷെ ഒരു വാക്ക് പോലും പുറത്തേക്ക് വരില്ല. ആ ആവേശം എൻ്റെ രക്തത്തിലൂടെ ഒരു തീ പോലെ പടരും. ഞാൻ കാർ സ്റ്റാർട്ട് ചെയ്ത് അവിടെ നിന്ന് ഓടിച്ചു പോകും. എൻ്റെ ജോലിക്ക് പോകുമ്പോൾ ഞാൻ എന്നോട് തന്നെ തർക്കിക്കാറുണ്ട്. അവൻ വെറും ഒരു മനുഷ്യനാണ്, അവൻ്റെ പേര് റസ് എന്നാണ്, ഇതൊക്കെ വെറും കോമഡിയാണ് എന്ന്. കീറി പറഞ്ഞ ആ നീല റോബും മാസങ്ങളോളം പുറത്തു നിന്നതുകൊണ്ട് ആകെ കരിവാളിച്ച സ്കിന്നും പുഴുക്കളെയും പക്ഷികളെയും ഒക്കെ തിന്നു ജീവിക്കുന്ന ആ അവസ്ഥയും കണ്ട അവൻ വെറൊരു ഭ്രാന്തം പിച്ചക്കാരനാണെന്ന് തോന്നും. പക്ഷെ അവൻ പിച്ചക്കാരനല്ല. അവൻ്റെ പുറകിൽ ആൾ പൊക്കത്തിൽ വളർന്നു നിൽക്കുന്ന പുല്ലുകൾക്കിടയിലുള്ള ആ വീട് അവൻ്റേതാണ്. ആരും ആ വീട് വാങ്ങാത്തത് കൊണ്ട് ടെക്നിക്കലായി അവൻ ഇപ്പോഴും അതിൻ്റെ ഉടമസ്ഥനാണ്. ആളുകൾക്ക് അവനോടുള്ള താല്പര്യം അവസാനിക്കുന്നതിന് മുൻപ് അവർ ചോദിക്കുന്ന ഒരേ ഒരു ഭീകരമായ ചോദ്യമുണ്ട്, അവനൊന്ന് അകത്ത് പൊക്കോടെ എന്ന്. പക്ഷെ ഞാൻ ആ ചോദ്യം ചോദിക്കില്ല. അതത്ര എളുപ്പമായിരുന്നെങ്കിൽ അവൻ പണ്ടേ ചെയ്തേനെ. ട്രാഫിക് സിഗ്നലിൽ നിൽക്കുമ്പോൾ ഞാൻ എൻ്റെ 2 കൈകളും വായുവിൽ വീശി ആ ആരോടോ ഇത് വിശദീകരിക്കാൻ നോക്കും. പക്ഷെ വാക്കുകൾ മനസ്സിൽ കുരുങ്ങിക്കിടക്കും. എൻ്റെ തലയ്ക്കുള്ളിൽ ചിന്തകൾ പരസ്പരം ഇടിച്ചു മറിയും. സിഗ്നലിൽ സൈഡിൽ മുഷിഞ്ഞ വസ്ത്രം ധരിച്ച ഒരു സ്ത്രീ നിൽക്കുന്നുണ്ടായിരുന്നു.
അവരെന്നെ നോക്കിയപ്പോൾ ഞാൻ തിരിച്ചു നോക്കി. അവർ റസിനെ പോലെയാണോ? അല്ല. അവർ പണത്തിന് വേണ്ടി അടുത്തേക്ക് വരികയാണ്. ആ സിറ്റുവേഷൻ ഒഴിവാക്കാൻ വേണ്ടി സിഗ്നൽ മാറുന്നതിന് മുമ്പേ ഞാൻ വണ്ടി മുന്നോട്ടെടുത്തു. ഞാൻ ആ അപകടം കണ്ടിരുന്നു, പക്ഷെ വരാനിരിക്കുന്ന മറ്റെന്തോ അപകടത്തെ ഞാൻ കൂടുതൽ ഭയന്നു. സിഗ്നൽ ശ്രദ്ധിക്കാതെ വണ്ടി എടുത്തതുകൊണ്ട് ഒരു ഡാർക്ക് ബ്ലൂ ട്രക്ക് വന്ന് എൻ്റെ കാറിൻ്റെ സൈഡിൽ ഇടിച്ചു. ഞാൻ ബാക്കി ദൂരം നടന്ന് ഓഫീസിലേക്ക് പോയി. വഴി നീളം ഞാൻ എൻ്റെ കൈകളിലേക്ക് നോക്കുന്നുണ്ടായിരുന്നു. എന്തോ മാറ്റം സംഭവിച്ചതുപോലെ എനിക്ക് തോന്നി, പക്ഷേ എന്താണെന്ന് മനസ്സിലായില്ല. ഞാൻ ഇടയ്ക്കിടെ നെറ്റിയുടെ ഇടതുവശത്ത് തൊട്ടു നോക്കി. അവിടെ വല്ലാത്തൊരു ചൂട്, പക്ഷെ ചോരയൊന്നും വരുന്നില്ല. എനിക്ക് പരിക്കൊന്നുമില്ല എന്നാണ് ഞാൻ കരുതിയത്. 20 മിനിറ്റ് വൈകിയാണ് ഞാൻ ഓഫീസിലെത്തിയത്. ആരും അത് ശ്രദ്ധിച്ചില്ല. റസിന് ഈ പ്രശ്നം തുടങ്ങിയതിന് മുമ്പ് ജോലിക്ക് വൈകുന്നത് എനിക്ക് വലിയ പേടിയായിരുന്നു. പക്ഷേ ഇപ്പോൾ അതൊക്കെ വെറും തമാശയായി എനിക്ക് തോന്നി. ഓഫീസിൻ്റെ അന്തരീക്ഷം ഇപ്പോൾ റസിൻ്റെ വീടിന് മുന്നിലെ പോലെ വിയേർഡായി വരുന്നുണ്ട്. എല്ലാവരും എന്തൊക്കെയോ മറയ്ക്കാൻ ശ്രമിക്കുന്നത് പോലെ. പെട്ടെന്ന് മുകളിലെ ലൈറ്റുകളൊന്ന് മിന്നി. ഞാൻ ചുമ്മാ ഒന്ന് മുകളിലേക്ക് നോക്കി. ഹേയ്, എൻ്റെ വലതുവശത്തിരുന്ന കോവർക്കർ എൻ്റെ അടുത്തേക്ക് കസാര നീട്ടിയിട്ട് രഹസ്യം പറയുന്നത് പോലെ ചോദിച്ചു. നീ അറിഞ്ഞോ, റോഡിനപ്പുറത്തുള്ള ബിൽഡിങ് ഇന്നലെ രാത്രി കത്തിപ്പോയി. ഞാൻ ആകെ സർപ്രൈസ്ഡായി. ഞാൻ കസേര തിരിച്ച് ജനലിലൂടെ പുറത്തേക്ക് നോക്കി. പക്ഷേ അവിടെ അങ്ങനെയൊന്നും കണ്ടില്ല. അവ ഉദ്ദേശിച്ചത് വേറെ ഏതെങ്കിലും ബിൽഡിംഗ് ആയിരിക്കുമെന്ന് കരുതി ഞാൻ തിരിഞ്ഞ് ചോദിക്കാൻ നോക്കിയപ്പോഴേക്കും അവൻ അടുത്ത ആളോട് ഈ കാര്യം പറയാൻ പോയി കഴിഞ്ഞിരുന്നു. എന്തായാലും എനിക്ക് അതൊരു വലിയ കാര്യമായി തോന്നിയില്ല. ഞാൻ ബ്രേക്ക് റൂമിൽ നിന്ന് കോഫി എടുക്കാൻ എഴുന്നേറ്റു. അപ്പോൾ കുറച്ചപ്പുറത്തിരുന്ന് സെക്രട്ടറി ലേഡി ചോദിച്ചു, നിങ്ങൾ നടന്നാണല്ലോ വന്നത്, കുഴപ്പമൊന്നുമില്ലല്ലോ അല്ലേ? ആ, ഒരു ചെറിയ കാർ ആക്സിഡൻറ്റ്. കൂടുതൽ ചോദ്യങ്ങൾ ഒഴിവാക്കാൻ വേണ്ടി ഞാൻ വേഗം നടന്നു. അവർ പിന്നൊന്നും ചോദിച്ചില്ല. ബ്രേക്ക് റൂമിൽ ചെന്നപ്പോൾ സെയിൽസിലൊരു പ്രായമുള്ള ആൾ ചുമരിന് അഭിമുഖമായി ഒരടി ദൂരത്തിൽ നിൽക്കുന്നു. ഞാൻ ഒരു മടിയോടെ എന്ന് ശബ്ദമുണ്ടാക്കി. പക്ഷെ അയാൾ എന്നെ ശ്രദ്ധിച്ചതേയില്ല. ശരി, അയാൾ എന്തെങ്കിലും ആലോചിച്ച് നിൽക്കുമായിരിക്കും, ഞാൻ സ്വയം പറഞ്ഞു. ഞാൻ പതുക്കെ അയാൾക്ക് സൈഡിലൂടെ പോയി ഒരു മഗിൽ കോഫി പകർന്നു. സാധാരണ ആരെങ്കിലും ഇങ്ങനെ വിയേർഡായി പെരുമാറുന്നത് കണ്ടാൽ ഞാൻ അവിടെ നിന്ന് വേഗം സ്കൂട്ടാവുന്നതാണ്. പക്ഷേ ഇത്തവണ ഞാൻ അവിടെ നിന്ന് അയാളെ വാച്ച് ചെയ്തു. ഇയാളും റസിനെ പോലെയാണോ? ഈ ഭയപ്പെടുത്തുന്ന അവസ്ഥ തനിയെ അവസാനിക്കില്ല എന്ന് എനിക്ക് മനസ്സിലായി. ഈ സെയിൽസുകാരൻ ഒരു പക്ഷേ എന്തെങ്കിലും ശ്രദ്ധിച്ച് നിൽക്കുമായിരിക്കും. ഞാൻ എൻ്റെ ചെവികളൊന്ന് കൂർപ്പിച്ചു. അപ്പോഴാണ് എനിക്ക് ആ ബിൽഡിങ്ങിലെ എയർ കണ്ടീഷനിങ്ങിൻ്റെ ആ ഒരേപോലെയുള്ളൊരു ശബ്ദം കേൾക്കാൻ പറ്റിയത്. ഡ്രോണിങ് സൗണ്ട്. അതെപ്പോഴും അവിടെ ഉണ്ടായിരുന്നു, പക്ഷേ ഇതുവരെ ഞാനത് ശ്രദ്ധിച്ചിരുന്നില്ല. ആ നിമിഷത്തിന് മുമ്പ് ആരെങ്കിലും എന്നോട് ആ ബിൽഡിങ്ങിലെ എ സിക്ക് ശബ്ദമുണ്ടോ എന്ന് ചോദിച്ചാൽ എനിക്ക് പറയാൻ കഴിയില്ലായിരുന്നു. അത് ഓഫാകുമ്പോൾ ഒരു ചെറിയ മെറ്റൽ സൗണ്ട് ഉണ്ടാക്കുന്നുണ്ടായിരുന്നു. ബോധപൂർവം ശ്രദ്ധിച്ചപ്പോൾ അത്യാവശ്യം നല്ല ശബ്ദം തന്നെ അതിനുണ്ട്. ഇത്രയും കാലം ഇതെങ്ങനെ ശ്രദ്ധിക്കാതെ പോയി എന്ന് ഞാൻ അത്ഭുതപ്പെട്ടു. ആ സെയിൽസുകാരൻ എന്നെ നോക്കുക പോലും ചെയ്യാതെ അവിടെ നിന്ന് പോയി. ഞാൻ വലത്തോട്ട് നോക്കിയപ്പോൾ ദൂരെയുള്ളൊരു ക്യൂബിക്കിളിലിരുന്ന ഒരാൾ പണി നിർത്തി എന്നെ നോക്കുന്നു. ഞാൻ അവിടെ എന്ത് ചെയ്യുകയാണെന്ന് അയാൾ അത്ഭുതപ്പെടുന്നത് പോലെ തോന്നി. ഞാൻ നോക്കുന്നത് കണ്ടപ്പോൾ അയാൾ വേഗം തിരിഞ്ഞു. അപ്പോഴാണ് ഞാൻ ബ്രേക്ക് റൂമിൻ്റെ വാതിൽക്കൽ വെറുതെ നിൽക്കുകയാണ് എന്ന ബോധം എനിക്ക് വന്നത്. എന്തോ കുഴപ്പമുണ്ട്. അന്ന് രാവിലെ കമ്പ്യൂട്ടറിന് മുന്നിലിരുന്നപ്പോൾ 1.5 വർഷത്തിന് ശേഷം ആദ്യമായി എനിക്ക് ആ സത്യം നേരിടാൻ പറ്റി. എന്തോ കുഴപ്പമുണ്ടെന്ന സത്യം. ഇത്രയും കാലം എൻ്റെ ഉള്ളിൽ നിന്ന് ഒളിച്ചു കളിച്ചിരുന്ന ആ തിരിച്ചറിവ് കിട്ടിയപ്പോൾ എൻ്റെ ഹൃദയം വേഗത്തിലിടിക്കാൻ തുടങ്ങി. എനിക്കതൊരു ബർത്ത്ഡേയോ പ്രൊമോഷനോ കിട്ടിയ പോലെ വലിയൊരു കാര്യമായിരുന്നു. പേടിയും ഒപ്പം ഒരു തരം ആവേശവും എൻ്റെ ഉള്ളിൽ നിറഞ്ഞു. എന്തിനെയാണോ ഞാൻ പേടിച്ചിരുന്നത്, അതൊരു സ്റ്റെപ്പ് മുന്നോട്ട് വെച്ചിരിക്കുന്നു. ഈ അവസ്ഥ എൻ്റെ അയൽക്കൂട്ടത്തിലുള്ള എല്ലാവരെയും ഭയപ്പെടുത്തിയിരുന്നു. പക്ഷേ ഇപ്പോൾ എനിക്ക് ബോധപൂർവം ചിന്തിക്കാം, എന്തോ കുഴപ്പമുണ്ടെന്ന്. ഓഫീസിലുടനീളം ഞാൻ കണ്ണോടിച്ചു. 2 വരി അപ്പുറം എൻ്റെ ബോസ് നിൽക്കുന്നത് കണ്ടു. എൻ്റെ കാറിൻ്റെ കാര്യം പറയാൻ ഞാൻ അയാളുടെ അടുത്തേക്ക് ചെന്നു. അയാൾ എന്നെ കണ്ടു എന്ന് എനിക്ക് ഉറപ്പാണ്. പക്ഷെ പെട്ടെന്നാരോ അപ്പുറത്ത് നിന്നാരോ വിളിച്ചതുപോലെ അഭിനയിച്ച് അയാൾ അവിടെ നിന്ന് മുങ്ങി. ആ സെക്രട്ടറി ലേഡി എൻ്റെ ആക്സിഡൻറ്റിനെ കുറിച്ച് അയാളോട് പറഞ്ഞിട്ടുണ്ടാകുമെന്ന് എനിക്ക് ഉറപ്പായി. കാറ് നന്നാക്കാൻ ശമ്പളം മുൻകൂട്ടി ചോദിക്കുമെന്ന് കരുതിയാവും അയാൾ ഓടിയത്. പെട്ടെന്ന് AC വലിയ ശബ്ദത്തോടെ ഓഫായി. അതെപ്പോഴാണ് ഓണായതെന്ന് പോലും ഞാൻ അറിഞ്ഞില്ല. എന്തോ കുഴപ്പമുണ്ട്. ആ സെയിൽസുകാരൻ ചുമരിനെ നോക്കി നിൽക്കുകയായിരുന്നു.
പക്ഷേ ഈ ഓഫീസിലെ ബാക്കി എല്ലാവരും അവരവരുടെ ഡെസ്ക്ടോപ്പിലേക്ക് തന്നെ നോക്കിയിരിക്കുകയാണ്. മറ്റുള്ളവരുടെ മോണിറ്ററിലേക്ക് നോക്കുന്നത് മര്യാദയല്ല എന്ന് കരുതി ഞാൻ ഇതുവരെ അത് ചെയ്തിട്ടില്ലായിരുന്നു. ഓഫീസിനുള്ളിലെ ആ വിയേർഡ് സാഹചര്യം ഇപ്പോൾ റോഡിലേക്കും പടർന്നിരിക്കുകയാണ്. എല്ലാവരും എന്തൊക്കെയോ അസംബന്ധങ്ങൾ വിശ്വസിക്കുകയും അത് പരസ്പരം പറഞ്ഞു നടക്കുകയും ചെയ്യുന്നു. ആരും എൻ്റെ കമ്പ്യൂട്ടറിലേക്ക് നോക്കില്ല എന്ന ധൈര്യത്തിൽ ഞാനും ഇതുവരെ ആരുടെ മോണിറ്ററിലേക്ക് നോക്കിയിട്ടില്ല. പക്ഷേ ഇപ്പോൾ എല്ലാ മര്യാദകളും മാറ്റിവെച്ച് ഞാൻ മറ്റുള്ളവരുടെ ഷോൾഡറിന് മുകളിലൂടെ ഓരോരുത്തരുടെയും സ്ക്രീനിലേക്ക് ഒളിഞ്ഞു നോക്കി. ഫേസ്ബുക്ക്, റെഡിറ്റ്, മൈൻഡ് സ്വീപ്പർ, പിന്നെ ഒരു ബ്ലാക്ക് വേർഡ് ഡോക്യുമെൻറ്റ്. എൻ്റെ നെറ്റിയുടെ ഇടതുവശത്ത് വീണ്ടും ആ ചൂട് അനുഭവപ്പെട്ടു. പക്ഷെ അവിടെ ഒന്നുമില്ല. വാക്കുകളിൽ പറയാൻ പറ്റാത്ത ഒരു അസ്വസ്ഥത കാരണം ഞാൻ ഓഫീസിൻ്റെ ഫ്രണ്ട് ഡോറിലേക്ക് നടന്നു. നടക്കുന്നതിനിടയിൽ വലതുവശത്ത് ആരോ പറയുന്നത് കേട്ടു, ഹേ, അപ്പുറത്തെ ബിൽഡിങ് കത്തിയതറിഞ്ഞോ? അതിന് അടുത്ത ആളിൻ്റെ മറുപടി, വാവ്, ദാറ്റ്സ് ഇൻസെയിൻ. ആർക്കെങ്കിലും പരിക്ക് പറ്റിയോ? ഞാൻ കണ്ണിറുക്കി നടത്തത്തിൻ്റെ വേഗത കൂട്ടി. ജാക്കറ്റ് പോലും എടുക്കാതെ ഞാൻ ആ മഞ്ഞുകാലത്തെ തണുപ്പിലേക്ക് ഇറങ്ങി. ഇടത്തോട്ട് നോക്കി, എല്ലാം നോർമൽ. വലത്തോട്ട് നോക്കി, അവിടെയും നോർമൽ. എൻ്റെ ബോസ് എപ്പോഴും ഓടിക്കാറുള്ള ആ ചുവന്ന ലാംബോർഗിനിയുടെ സൈഡിലൂടെ നടന്ന് ഞാൻ ഓഫീസിന് ചുറ്റും ഒന്നും നടന്നു. പിന്നെ ആ തെരുവിലൂടെ നടന്ന് ആ ബ്ലോക്ക് മൊത്തം ഒന്ന് ചുറ്റി. പക്ഷേ അവിടെ എങ്ങും കത്തിയ ഒരു ബിൽഡിങ്ങിൻ്റെ അടയാളം പോലുമില്ല. ആളുകൾ ഉറപ്പിച്ച് പറയുന്നു ഒരു ബിൽഡിംഗ് കത്തിയെന്ന്. പക്ഷേ അതെവിടെ? പുറത്ത് ഒന്നൊന്നും നോക്കുക പോലും ചെയ്യാതെ എല്ലാവരും അത് വെറുതെ വിശ്വസിച്ച് നടക്കുന്നത് കണ്ടപ്പോൾ എനിക്ക് ഭ്രാന്ത് പിടിക്കുന്ന പോലെ തോന്നി. ജാക്കറ്റ് ഇല്ലാതെ നടക്കുമ്പോഴും എനിക്ക് വല്ലാത്തൊരു ചൂട് അനുഭവപ്പെടുന്നുണ്ടായിരുന്നു. തിരികെ പോകുന്ന വഴിയിൽ 2 പേർ സംസാരിക്കുന്നത് ഞാൻ ശ്രദ്ധിച്ചു. സാധാരണ ഞാൻ മറ്റുള്ളവരുടെ സ്വകാര്യ സംഭാഷണം ശ്രദ്ധിക്കാറില്ല. പക്ഷേ ഇന്ന് ഞാനത് കേൾക്കാൻ തന്നെ തീരുമാനിച്ചു. റോഡ് ക്രോസ് ചെയ്യാൻ സിഗ്നൽ കത്തി നിൽക്കുമ്പോൾ ഒരു സ്ത്രീ മറ്റവളോട് പറഞ്ഞു, രണ്ടാമതൊരു ചന്ദ്രൻ കൂടി ഉണ്ടെന്ന് നിനക്കറിയാമോ? നമ്മൾ ഇതുവരെ കണ്ടിട്ടില്ലാത്തൊന്ന്. അവളുടെ ഫ്രണ്ട് അത്ഭുതപ്പെട്ടു. സത്യമാണോ? എവിടെയാ അത്? അത് ഇത്രയും കാലം അപ്പുറത്തെ സൈഡിലായിരുന്നു. നീ ന്യൂസിലാൻഡ് പോയാൽ അവിടെ ആ ചന്ദ്രനെ കാണാം. അവർക്ക് നമ്മുടെ ചന്ദ്രനെ കാണാൻ പറ്റില്ല. അത് കേട്ടതും കൺട്രോൾ പോയി. ഞാൻ ഉറക്കെ ചോദിച്ചു പോയി, എന്തൊക്കെയാ ഇവിടെ നടക്കുന്നത്? 2 പേരും എന്നെ ഒന്ന് രൂക്ഷമായി നോക്കിയിട്ട് പതുക്കെ അവിടെ നിന്ന് മുങ്ങി. അപ്പോഴാണ് ഞാൻ ശ്രദ്ധിച്ചത്, ഞങ്ങൾ 3 പേരും സിഗ്നൽ കാത്തു നിൽക്കുന്നത് ഒരു വണ്ടി പോലും ഇല്ലാത്ത റോഡിലാണ്. ഞാൻ റിസ്ക് എടുക്കാൻ തന്നെ തീരുമാനിച്ചു. വണ്ടികളൊന്നും ഇല്ലാത്തത് കൊണ്ട് ഞാൻ സിഗ്നൽ നോക്കാതെ റോഡ് ക്രോസ് ചെയ്തു. എങ്കിലും ഉള്ളിലൊരു വല്ലാത്ത പേടി തോന്നി. ഞാൻ സേഫായി അപ്പുറത്തെത്തി. പക്ഷേ ആ റോഡിൽ ഒരു വണ്ടി പോലും ഇല്ലായിരുന്നു. ആ 2 സ്ത്രീകളും സിഗ്നൽ മാറുന്നത് വരെ അവിടെ കാത്തു നിന്നുകൊണ്ട് എന്നെ ഒരു വല്ലാത്ത നോട്ടം നോക്കുന്നുണ്ടായിരുന്നു. എൻ്റെ തലയ്ക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടോ, അതോ എൻ്റെ ചിന്തകൾക്ക് എന്തെങ്കിലും തകരാറുണ്ടോ? ആ റസ്സിനെ പോലെ എൻ്റെ ഉള്ളിലും വാക്കുകൾ കിട്ടാത്ത ഒരു തരം ഭയം കൂടുകൂട്ടുകയായിരുന്നു. എനിക്ക് ചിലപ്പോൾ ഒരു ആശുപത്രിയിൽ പോയി ചെക്കപ്പ് എടുക്കേണ്ടി വരും. പക്ഷേ അതിനു മുമ്പ് എനിക്ക് റസ്സിനെ കാണണം. ഞാൻ ഉടനെ ഫോണെടുത്ത് ഒരു ഊബർ വിളിച്ചു. ഈ തണുപ്പത്തിന് നടക്കാൻ വയ്യ. 3 മിനിറ്റിനുള്ളിൽ ഒരു അപരിചിതൻ ഓടിക്കുന്ന വണ്ടി വന്നു. സാധാരണ ഞാൻ മിണ്ടാതെ ഇരിക്കാറാണ് പതിവ്. പക്ഷേ ഇന്ന് എനിക്ക് റസ്സുമായി സംസാരിക്കാൻ കുറച്ച് ധൈര്യം വേണം. ആ ഡ്രൈവർ സംസാരിച്ചത് എനിക്കിഷ്ടപ്പെട്ടു. നിങ്ങൾ ഇവിടുത്തുകാരനാണോ? അയാൾ ചോദിച്ചു. അല്ല, ഞാൻ കള്ളം പറഞ്ഞു. എന്തിനാണത് പറഞ്ഞതെന്ന് എനിക്കറിയില്ല. ഞാൻ ന്യൂസിലാൻഡിൽ നിന്ന് വന്നതാണ്. ഓ, കൊള്ളാലോ. അവിടുത്തെ ചന്ദ്രനെ അപേക്ഷിച്ച് ഞങ്ങളുടെ ചന്ദ്രൻ എങ്ങനെയുണ്ട്? ഞാൻ കുറച്ചു നേരം അയാളുടെ തലയുടെ പിൻഭാഗത്ത് തന്നെ നോക്കിയിരുന്നു. അയാൾ എന്നെ മിററിലൂടെ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. ഒടുവിൽ ഞാൻ പറഞ്ഞു, നിങ്ങളുടേതാണ് കുറച്ചും കൂടി വലുതെന്ന് തോന്നുന്നു. ആളുകൾ അങ്ങനെ പറയാറുണ്ട്. അയാൾ റേഡിയോയുടെ ശബ്ദം കൂട്ടി വെച്ചിട്ട് എന്നോട് ചോദിച്ചു, നിനക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ? ഞാൻ ഇല്ലെന്ന് തലയാട്ടി. എന്നിട്ട് എൻ്റെ ഇടത് കണ്ണിന് മുകളിലെ ആ ചൂടുള്ള ഭാഗത്തൊന്ന് തൊട്ടു. റേഡിയോയിൽ നിന്ന് വരുന്നത് വെറും അസംബന്ധങ്ങളായിരുന്നു. വാക്കുകളുണ്ടായിരുന്നു, പക്ഷെ അവയ്ക്ക് അർത്ഥമില്ലായിരുന്നു. ഒന്നെങ്കിൽ യാതൊരു ബന്ധമില്ലാത്ത കാര്യങ്ങൾ, അല്ലെങ്കിൽ യഥാർത്ഥത്തിൽ നടക്കാത്ത കാര്യങ്ങൾ. ഒരു ഭ്രാന്തം പുലമ്പുന്നത് കേട്ട് തലയാട്ടുന്നത് പോലെ ആ ഡ്രൈവർ അത് കേട്ട് തലയാട്ടുന്നു. അപ്പോഴാണ് ഞാൻ ഓർത്തത്, നമ്മുടെ ഇടത് കണ്ണിന് പിന്നിലെ ലെഫ്റ്റ് ഫ്രോണ്ടൽ കോർട്ടെക്സ് ആണ് ഭാഷ കൈകാര്യം ചെയ്യുന്നത്. എൻ്റെ ബ്രോക്കാസ് ഏരിയ എങ്ങാനും ഡാമേജ് ആയോ? പണ്ട് ഏതോ ഒരു സയൻസ് ഫിക്ഷൻ ഷോയിൽ കണ്ട വൈറസിനെ കുറിച്ച് ഞാൻ ഓർത്തു. അതിൽ ആ ഭാഗം ഡാമേജ് ആയ ഭാഷ മനസ്സിലാക്കാൻ പറ്റും, പക്ഷെ സംസാരിക്കാൻ പറ്റില്ല. പക്ഷെ എനിക്ക് സംഭവിക്കുന്നത് നേരെ തിരിച്ചാണല്ലോ. ഡ്രൈവർ എൻ്റെ സ്ട്രീറ്റിൻ്റെ അറ്റത്ത് വണ്ടി നിർത്തിയിട്ട് പറഞ്ഞു, സോറി മോനെ, എനിക്ക് ഇത്രയേ വരാൻ പറ്റൂ.
എനിക്ക് മനസ്സിലായി, ഇപ്പോൾ ആരും ഞങ്ങളുടെ തെരുവിലേക്ക് വരാറില്ല. ഞാൻ ലാപ്ടോപ്പ് ബാഗ് പോലും എടുത്തിട്ടില്ലായിരുന്നു. ജാക്കറ്റും ബാഗും ഇല്ലാതെ ആ തെരുവിലൂടെ നടക്കുന്നത് എനിക്ക് വല്ലാത്തൊരു വിയേർഡ് ഫീലിംഗ് തന്നു. റസ് അവിടെ നിന്ന് എന്നെ നോക്കുന്നുണ്ട്. ഇത്ര നേരത്തെ ഞാൻ സാധനങ്ങളൊന്നും ഇല്ലാതെ വന്നത് കണ്ടപ്പോൾ അവൻ അത്ഭുതപ്പെട്ടിട്ടുണ്ടാവും. ഞാൻ അവൻ്റെ അടുത്ത് നിന്ന് ഒരു 5 അടി ദൂരത്തിൽ ചെന്ന് നിന്നു. 1 വർഷത്തിന് ശേഷം ആദ്യമായി ഞാൻ അവൻ്റെ കണ്ണുകളിലേക്ക് നേരിട്ട് നോക്കി. ആ കാട്ടുപോത്തിനെ പോലെയുള്ള മുടിക്കും കീറി പറഞ്ഞ വസ്ത്രത്തിനുള്ളിൽ ഇപ്പോഴും ആ പഴയ പാവം റസ് തന്നെയുണ്ട്. അവൻ്റെ കണ്ണുകളിൽ ഇപ്പോഴും ആ നിഷ്കളങ്കതയുണ്ട്. കഴിഞ്ഞ തണുപ്പ് കാലത്തെ അവൻ അതിജീവിച്ചു. താഴേക്ക് നോക്കിയപ്പോൾ അവൻ്റെ കാൽവിരലുകളാകെ കറുത്തുപോയിരിക്കുന്നത് ഞാൻ കണ്ടു. അവൻ ദേഷ്യത്തോടെ ചോദിച്ചു, നിനക്കെന്താ വേണ്ടേ? ഞങ്ങളോടുള്ള ആ വെറുപ്പാണ് അവൻ ഇത്രയും കാലം പിടിച്ചു നിർത്തിയത് എന്ന് എനിക്കറിയാമായിരുന്നു. ഞങ്ങൾ കൂടി അവിടെ നിന്ന് താമസം മാറിയിരുന്നെങ്കിൽ അവൻ പൂർണ്ണമായി ഒറ്റപ്പെട്ടേനെ. ഒരു പക്ഷേ മരിച്ചു പോയേനെ. പഴയ അയൽവാസികൾ കുറെ ശ്രമിച്ചു, പക്ഷെ ഒന്നും നടന്നില്ല. പക്ഷെ ഇപ്പോൾ എനിക്ക് ഉറപ്പിച്ച് പറയാം, എന്തോ വലിയ കുഴപ്പമുണ്ട്. റസ്, നീ കുറച്ച് നേരം ഞങ്ങളുടെ വീട്ടിലേക്ക് വരുന്നു? ഞാൻ ചോദിച്ചു. എനിക്ക് വരണ്ട, അവൻ കള്ളം പറഞ്ഞു. ആ പ്രശ്നത്തെക്കുറിച്ച് സംസാരിക്കാൻ കഴിയാത്തതുകൊണ്ട് അവൻ അനുഭവിക്കുന്ന വേദന ആ മുഖത്തുണ്ടായിരുന്നു. ഞാൻ വീണ്ടും ശ്രമിച്ചു. നമുക്കൊന്ന് നടന്നാലോ? നല്ല തണുപ്പാണ്, ഞാൻ അവിടെ തന്നെ നിന്നോളാം. അവൻ വീണ്ടും കള്ളം പറഞ്ഞു. ആ മുഖം വേദന കൊണ്ട് പൊളയുന്നുണ്ടായിരുന്നു. ഞാൻ മുന്നോട്ട് ചെന്ന് അവൻ അവിടെ നിന്ന് തള്ളി മാറ്റാൻ നോക്കി. പക്ഷെ ഒരു 2 അടി അടുത്തെത്തിയപ്പോൾ എൻ്റെ മനസ്സ് മാറി. അവൻ കുറേ കാലമായി ഇവിടെ നിൽക്കുന്നതല്ലേ, പെട്ടെന്ന് മാറ്റിയാൽ അതവനെ ബാധിച്ചാലോ എന്നെനിക്ക് തോന്നി. ഞാൻ വീണ്ടും പുറകോട്ട് മാറി. ഒന്നും മാറിയിട്ടില്ല. അവൻ എന്നെ രൂക്ഷമായി നോക്കി. ഞാൻ ചെയ്യുന്നത് നിർത്താൻ അവൻ എന്നോട് അലറിക്കൊണ്ട് പറഞ്ഞു. ഞാൻ വീണ്ടും മുന്നോട്ട് ചെന്നു. അവനെ അവിടെ നിന്ന് വലിച്ചു മാറ്റണമെന്നായിരുന്നു എൻ്റെ ഉദ്ദേശം. പക്ഷേ 2 അടി ദൂരം എത്തിയപ്പോൾ എൻ്റെ മനസ്സ് വീണ്ടും മാറി. അവൻ അവിടെ ഇല്ലാതെ ഈ തെരുവ് എങ്ങനെയിരിക്കും? അവൻ അവിടെ ഇല്ലെങ്കിൽ എല്ലാം മാറും. ചിലപ്പോൾ മോശക്കാരായ ആളുകൾ ഈ ഒഴിഞ്ഞ വീടുകളിൽ വന്ന് താമസിച്ചാലോ? ഞാൻ വീണ്ടും 5 അടി പുറകോട്ട് മാറി. റസ് ഇപ്പോൾ ശരിക്കും ദേഷ്യത്തിലായിരുന്നു. നിനക്കെന്താ വട്ടാണോ? ഒന്ന് നിർത്ത്. എനിക്കെപ്പോഴും വല്ലാതെ ചൂട് അനുഭവപ്പെടുന്നുണ്ടായിരുന്നു. ഉള്ളിലെന്തോ പൊട്ടിത്തെറിക്കാൻ വരുന്നത് പോലെ, ലോകം മുഴുവൻ ഭ്രാന്ത് പിടിച്ച പോലെയാണ് എനിക്ക് തോന്നിയത്. എനിക്ക് നശിച്ച പ്രശ്നം വാക്കുകളിൽ പറയാൻ പറ്റുന്നില്ല. ഒടുവിൽ ഞാൻ അവനോട് ഒരു ചോദ്യം ചോദിച്ചു. ഇതുവരെ ആരവനോട് ചോദിക്കാത്തൊരു ചോദ്യം. റസ്, എന്തേലും കുഴപ്പമുണ്ടോ? അവൻ എന്നെ നോക്കി. പക്ഷേ ആ പഴയ വെറുപ്പായിരുന്നില്ല അവൻ്റെ കണ്ണുകളിൽ. എന്ത്? നീ എങ്ങനെ അത്? അവൻ വായ തുറന്നു, പക്ഷേ ശബ്ദം വന്നില്ല. അവൻ പറഞ്ഞു, എന്നോടത് വീണ്ടും ചോദിക്ക്. ഞാൻ അപ്പോൾ ആവേശത്തോടെ വീണ്ടും ചോദിച്ചു, റസ്, എന്തെങ്കിലും കുഴപ്പമുണ്ടോ? അവൻ്റെ ജോ വിറച്ചു. അവൻ സംസാരിക്കാൻ കഷ്ടപ്പെടുന്നത് കണ്ടപ്പോൾ ഞാൻ ആംഗ്യത്തിലൂടെ അവനെ പ്രോത്സാഹിപ്പിച്ചു. അവൻ ആ ആദ്യത്തെ അക്ഷരം കഷ്ടപ്പെട്ട് പറഞ്ഞു. എന്നിട്ടൊരു ടാക്ടിക് പോലെ അടുത്ത അക്ഷരം പറഞ്ഞു, എസ്. ആ 2 അക്ഷരം പറഞ്ഞപ്പോഴേക്കും ബലൂണിൽ നിന്ന് കാറ്റ് പോകുന്നത് പോലെ അവൻ ആകെ തളർന്നുപോയി. അവൻ്റെ ആത്മവിശ്വാസം മുഴുവനും അതിനു വേണ്ടി പോയതുപോലെ തോന്നി. അവൻ ഒരേ സമയം കരയാനും ചിരിക്കാനും തുടങ്ങി. ഞാൻ അവൻ്റെ അടുത്തേക്ക് ചെല്ലാൻ തുടങ്ങി. പക്ഷെ വീണ്ടും എൻ്റെ മനസ്സ് മാറി. ആ യഥാർത്ഥ പ്രശ്നം എന്താണെന്ന് പറയാൻ പറ്റുന്നില്ലെങ്കിലും എന്തോ ഒരു മാറ്റം അവിടെ തുടങ്ങിയിട്ടുണ്ട്. അവൻ്റെ ഒരു 2 അടി അടുത്ത് ഞാൻ വീണ്ടും എത്തി. അല്ല, ഇപ്പോൾ ഒരു 1.5 അടി ദൂരം മാത്രമേ ഉള്ളൂ. എനിക്കവിടെ അങ്ങനെ തന്നെ ഇരിക്കണമെന്ന് തോന്നി. ഒരു കാര്യം പറയട്ടെ, എനിക്കിപ്പോഴും എന്താണ് പ്രശ്നമെന്ന് നിങ്ങളുടെ അടുത്ത് പറയാൻ പറ്റുന്നില്ല. ഞാൻ ഇപ്പോഴും ആ ഒരു പേടിയിലാണ്. 1.5 വർഷമായി എൻ്റെ വീടിൻ്റെ മുന്നിലെ സൈഡ് വാക്കിൽ നിൽക്കുന്ന ആ മനുഷ്യൻ എന്നെ തന്നെ നോക്കി നിൽക്കുകയാണ്. പക്ഷേ അതിലെന്താണ് തെറ്റെന്ന് വിവരിക്കാൻ എനിക്ക് ഇപ്പോഴും പറ്റുന്നില്ല. വാക്കുകളും ചിന്തകളും അതിനായി വരുന്നില്ല. ഞാൻ ഇപ്പോൾ എൻ്റെ കിച്ചൺ സിങ്കിൻ്റെ അടുത്ത് നിന്ന് കോഫി കുടിക്കുകയാണ്. എൻ്റെ റൂംമേറ്റ് ഉറക്കത്തിൽ നിന്ന് എണീറ്റ് പജാമയിട്ട് കിച്ചണിലേക്ക് വന്ന് ഫ്രിഡ്ജ് തുറന്നു. അവൻ കുറേ നേരം അനങ്ങാതെ ആ ഫ്രിഡ്ജിലേക്ക് തന്നെ നോക്കി നിന്നു. പുറത്തുനിന്ന് ആരെങ്കിലും കണ്ട അവൻ താഴത്തെ ഡ്രോറിൽ സോസേജ് തപ്പുകയാണെന്ന് തോന്നും. പക്ഷേ എനിക്കും അവനും അറിയാം ആ നിശബ്ദതയുടെ മീനിങ് എന്താണെന്ന്. ഞാൻ ജനലിലൂടെ പുറത്തേക്ക് നോക്കുന്നു, അവൻ ഡ്രോയറിലേക്ക്. ഞങ്ങൾക്കിടയിൽ ആ ഒരു ചോദ്യം മിന്നി മറയുന്നുണ്ട്. ആ ചോദ്യത്തിന് മറുപടിയായി ഞാൻ റോഡിൻ്റെ അപ്പുറത്ത് നിൽക്കുന്ന റസിനെ നോക്കി കൈവീശി. റസ് തിരിച്ച് എന്നോടും കൈവീശി കാണിച്ചു. ഞാൻ എൻ്റെ റൂംമേറ്റിനെ നോക്കി.
അവൻ എന്നെ ഒന്ന് ദേഷ്യത്തോടെ നോക്കി പേടിപ്പിച്ചു. കാരണം ഭൂമിക്ക് ഒറ്റ ചന്ദ്രൻ മാത്രമേ ഉള്ളൂ എന്ന് എനിക്കറിയാം. അവൻ എന്നെ തടയാൻ നോക്കിയെങ്കിലും അതിന് കഴിയാത്തതുകൊണ്ട് അവൻ അവൻ്റെ പണികളിലേക്ക് കണ്ടിന്യൂ ചെയ്തു. ഈ ആകാശത്ത് ഒരൊറ്റ ചന്ദ്രൻ മാത്രമേ ഉള്ളൂ. എന്നെങ്കിലും ഒരു ദിവസം ഞാൻ റസിനെ രക്ഷിക്കും. എന്നെ തടയാൻ ആർക്കും കഴിയില്ല.